Hello dear students, welcome to Target Learning app. So, yes, നമ്മുടെ അവസാനത്തെ പരാക്രമത്തിലേക്ക് കടക്കാൻ പോവുക അല്ലേ. നമ്മുടെ അവസാനത്തെ പരാക്രമമാണ്. നാളെയാണ് നമ്മളുടെ ഫിസിക്സിൻ്റെ എക്സാം വരുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളുടെ അവസാനത്തെ ഒരു ശ്രമം മീൻസ് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവസാനത്തെ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യെസ് ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് എത്തിയത് നമുക്ക് നോക്കാം. കുറേ പേര് നേരത്തെ കമൻ്റൊക്കെ ചെയ്ത് ആഷിഖ്, ആതിര ടി എൻ, അരവിന്ദ് അശോക്, അതുപോലെ ഏഞ്ചല്, ആതിര വി, സ്റ്റോം ഷാഡോ, അഞ്ജലി എന്നിവർ നേരത്തെ എത്തി കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് യെസ് ഓക്കെ. പിന്നെ നന്ദുദേവ് എത്തിയിട്ടുണ്ട്, ഗിരീഷ് കുമാർ എത്തിയിട്ടുണ്ട്, സാന്ദ്ര ഡേവിസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. കാരണം നാളെ ഡൊണാൾഡ് ഒക്കെ എത്തിയിട്ടുണ്ട്. യെസ്. അപ്പോൾ നാളെയാണ് നമ്മളുടെ എക്സാം, ഫിസിക്സിൻ്റെ എക്സാം, അവസാനത്തെ എക്സാം അല്ലേ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പൊളിച്ചാൽ നമ്മൾ പൊളിച്ചടക്കും. യെസ് ഓക്കെ. യെസ്, അംന ഗുഡ് ആഫ്റ്റർനൂൺ. ആകാശ് ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ് ഒക്കെ കേട്ടോ. സച്ചു ശ്രീം ഹായ്, അഞ്ജലി ഹായ്, എല്ലാവർക്കും ബിഗ് ഹായ്. യെസ്. അപ്പോൾ എന്ത് വരെയായി നിങ്ങളെ പഠനങ്ങളൊക്കെ ഒന്ന് വേഗം ഒന്ന് ഷെയർ ചെയ്തേ. എന്തായി, ഏതുവരെ എത്തി, എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് രാത്രി വരെ എടുത്തതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ഓക്കെ, കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാം. യെസ്, 8 ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ് ഓക്കെ, തീരുമാനമായി. ഓക്കെ, ആദ്യം 8 ചാപ്റ്റർ കവർ ചെയ്തു. ഇർഫാൻ, പബ്ലിക് എക്സാം മോഡൽ എക്സാമിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആയിരിക്കുമോ? യെസ്, ഏകദേശം അതേ വെയിറ്റേജ് ആയിരിക്കും പബ്ലിക് എക്സാം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, തീരുമാനമായി എന്ന് പറഞ്ഞ് ഡൊണാൾഡൊക്കെ പറയുന്നുണ്ട്. സർ, പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ SHM ആണ് എങ്ങനെ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ SHM ആണ് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. നമ്മളുടെ ഓസിലേഷൻ എത്തുന്ന സമയത്തൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. യെസ്, സച്ചൂസ് പറയുന്നു ഫുൾ സ്റ്റഡി പവർ. യെസ്, ആതിര 12 ചാപ്റ്റർ കവർ ചെയ്തു. വെരി ഗുഡ്. ഇനി ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ. ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഈ മാരത്തോൺ കണ്ടാൽ പാസ് ആവുമോ സർ? ഓക്കെ, ഇതുവരെ ഒന്നും പഠിച്ചില്ല, 3 കാലണ്ടായിട്ട് ഒന്നും പഠിച്ചില്ല. എനിക്ക് വെറുതെ പറയുന്നതായിരിക്കും, എനിക്ക് തോന്നുന്നില്ല ഒന്നും പഠിച്ചില്ല എന്ന്. നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും പഠിച്ചില്ല എന്ന് കേട്ടോ. ഓസിലേഷൻ ആൻഡ് വേവ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇർഫാൻ, വെരി ഗുഡ്. ഓക്കെ, ആദി ഗുഡ് ആഫ്റ്റർനൂൺ. ഇർഷാദ് 7 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. യെസ് ഓക്കെ. ഞാൻ തീരെ വയ്യാത്തൊരവസ്ഥയിലാണുള്ളത്, സൗണ്ട് പറ്റ പോയിട്ടുണ്ട്, നല്ല ചുമ കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ക്ലാസ്സിൽ വന്നതാണ്, അതർവൈസ് ഞാൻ വരില്ലായിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ വന്നത്. അപ്പം ഒരുപാട് എനർജി എടുത്ത് ഞാൻ ക്ലാസ് എടുക്കില്ല, കാരണം ആരോഗ്യസ്ഥിതി അത്ര മോശമായതുകൊണ്ടാണ്. ഞാൻ ഒരു നോർമൽ വേ, ഈ ഒരു ലെവലിൽ ഞാൻ ക്ലാസ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ മക്കൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 ചാപ്റ്റേഴ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, അതുപോലെ കൈൻഡ് തിയറി ഓഫ് ഗ്യാസ്, ഓസിലേഷൻസ്, വേവ്സ്. ഇതിൽ ഏകദേശം നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ നാളത്തെ എക്സാമിന് വരുന്ന ഏകദേശ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതുപോലെ ഞാൻ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് നല്ലതുപോലെ ഫോക്കസ് ചെയ്യണം. അവസാന നിമിഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണെന്നുള്ളത് ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഡിസ്കസ് പറയാം കേട്ടോ. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്തൊരു ഫയർ ഇട്ടാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫാസ്റ്റ് എല്ലാവരും പെട്ടെന്ന് ഒന്ന് ഫയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും വേഗം പെട്ടെന്ന് എല്ലാവരും ഒരു ഫയർ ഇട്ടിട്ട് ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആര്യ എത്തിയിട്ടുണ്ട്. ആര്യൊക്കെ ഇന്നലെ നല്ല അടിപൊളിയായി ലൈവിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. വെരി ഗുഡ്. ഇർഷാദ് ഉണ്ട്. യെസ്, ആതിര.
Very good. Devika CM. Good. Girish Kumar. Yes. Okay. Ayurshad, Akash, S. Baiju. എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. യെസ്. അപ്പം നമ്മൾ ഇനി അധികം നമ്മൾ സമയം കളയുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. സോ ഞാൻ നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാം. ചാപ്റ്റർ ഈസ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. Now the first question you have. First of all, the statement is heat energy is transferred from one body to another due to temperature difference. ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഹീറ്റ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ 3 മോഡ്സ് ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. റൈറ്റ്? യെസ്. നൗ ലിസൺ. ആരാണത്? അത്രയും പ്രിപ്പയർഡ് ആയ എൻ്റെ പേര് പറഞ്ഞ അഭിജിത്തെ നീ സൂപ്പറാടാ, നീ പുലിയാടാ ട്ടോ. ഓക്കെ, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ഐ എം വെരി സോറി ട്ടോ. യെസ്. ഓക്കെ, സോ നോക്കടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് മോഡ്സ് ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഏതൊക്കെ? കണ്ടക്ഷൻ, പിന്നെ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഏതൊക്കെ മോഡ്സ് ഉള്ളത് ചോദിച്ചത്, ആ മോഡ്സിന്റെ പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്കേഴ്സ്. എങ്ങനെയാണ് സീ ബ്രീസ് ഒക്കേർ ചെയ്യുക? സീ ബ്രീസ് ഒക്കേർ ചെയ്യാനുള്ള റീസൺ കൺവെക്ഷൻ ആണ്. എന്താണ് റീസൺ? എന്താണ്? കൺവെക്ഷൻ ആണ് ശരിക്കും സീ ബ്രീസിന്റെ റീസൺ. ഇനി സീ ബ്രീസ് ഏത് സമയത്താണ് ഉണ്ടാവുക? ഡേ ടൈമിലാണോ നൈറ്റ് ടൈമിലാണോ? മക്കളെ വേഗം പറഞ്ഞേ. ഡേ ടൈമിലാണ് എന്തുണ്ടാവുക? ഡേ ടൈമിലാണ് ആരുണ്ടാവുക? സീ ബ്രീസ് ഉണ്ടാവുക. ആരുണ്ടാവുക? സീ ബ്രീസ് ഉണ്ടാവുക അല്ലെ? നൗ ലിസൺ. ഈ സീ ബ്രീസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കും. ഡേ ടൈമില് ഇതാ ഇത് പിന്നെ വെള്ളമാണ്, ഇത് സീ ആണ്. ഇവിടെ ഇത് സീ, ഇതെന്താണ്? ലാൻഡ്. ഓക്കെ, കരയും കടലും. സോ ഡേ ടൈമില് the specific heat capacity of water is greater than that of sand. Okay, മണലിനേക്കാളും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആർക്ക് കൂടുതലാണ്? സീ വാട്ടറിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവുള്ള ആള് പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ടെമ്പറേച്ചർ പെട്ടെന്ന് റൈസ് ചെയ്യും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവുള്ള ആള്. സോ ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവും സീ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുമായതുകൊണ്ട് ദ ടെമ്പറേച്ചർ ഓഫ് ലാൻഡ് ഇൻക്രീസസ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ലാൻഡ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ മുൻപ് തന്നെ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ലാൻഡിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാൻഡിന്റെ മുകളിലുള്ള എയർ, ഈ എയർ എന്താകും? ഹോട്ട് എയർ ആകും. എന്താകും? ഹോട്ട് എയർ. ഹോട്ട് എയർ ഡെൻസിറ്റി എന്താ? കുറവാ. അതുകൊണ്ട് ഈ ഹോട്ട് എയർ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇറ്റ് വിൽ റൈസസ് അപ്പ്. അപ്പൊ ഈ ഹോട്ട് എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് എന്ത് ചെയ്യും? പൊങ്ങും. അങ്ങനെ ഈ ഹോട്ട് എയർ മുകളിലേക്ക് പൊങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ലാൻഡിന്റെ മുകളിലുള്ള പ്രഷർ, എയർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചാല് കടലിന് മുകളിലുള്ള എയർ, ഓക്കെ, കടലിന് മുകളിലുള്ള എയർ വിൽ എങ്ങോട്ടേക്കാ? മൂവ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ റീജിയൻ, ദാറ്റ് ഈസ് നോൺ ആസ് വിൻഡ്. അങ്ങനെ ഒരു വിൻഡ് ഉണ്ടാവുകയാണ്. സോ ദിസ് വിൻഡ് ഈസ് നോൺ ആസ് സീ ബ്രീസ്. അപ്പൊ നിങ്ങൾ പോയിന്റ് ആക്കി എഴുതിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൃത്യമായിട്ടുണ്ടാവണം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലാൻഡ് കുറവാണ്, അതുകൊണ്ട് അവിടുത്തെ ലാൻഡിന് ടെമ്പറേച്ചർ പെട്ടെന്ന് റൈസ് ചെയ്യും. അപ്പൊ അതിന് മുകളിലുള്ള എയർ എന്താവും? ഹോട്ട് എയർ ആവും. ആ ഹോട്ട് എയർ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ ഹോട്ട് എയർ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ ലാൻഡിന്റെ മുകളിലത്തെ എയറിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീക്ക് മുകളിലുള്ള എയർ എന്ത് ചെയ്യും? ഹൈ പ്രഷർ അവിടെ, ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ അവിടെ, ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് എയർ എന്ത് ചെയ്യും? ബ്ലോ ചെയ്യും. This wind is known as, or this breeze is known as sea breeze. All of you clear? വേഗം കമന്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ ആണെങ്കിൽ വേഗം കമന്റ് ചെയ്യും കേട്ടോ, പെട്ടെന്ന് കമന്റ് ചെയ്യും. യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്യും. ഇത് ക്ലിയർ ആയെങ്കിൽ വേഗം കമന്റ് ചെയ്യാം ഫാസ്റ്റ്. യെസ്, നൈറ്റ് ടൈം ആവുന്ന സമയത്ത് എന്ത് ബ്രീസ് ഉണ്ടാവുക? ലാൻഡ് ബ്രീസ് ഉണ്ടാവുക. അത് നേരെ ഇതിനെ റിവേഴ്സ് ഉണ്ടാവുക. നൈറ്റ് ടൈം ആകുമ്പോൾ സണ്ണ് പോവും.
അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കൂളാവും. അറ്റ്മോസ്ഫിയർ കൂളാകുമ്പോൾ വേഗം ടെമ്പറേച്ചർ കൂടിയ ആൾ വേഗം തണുക്കും. എന്നാൽ സാവധാനം ടെമ്പറേച്ചർ കൂടിയ ആൾ എന്ത് ചെയ്യും? സാവധാനേ തണുക്കുള്ളൂ. അപ്പൊ നൈറ്റ് ടൈം ആവുമ്പോൾ സീന്റെ മുകളിലത്തെ എയർ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ ഹോട്ട് എയർ മുകളിലേക്ക് പോകും, ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട്. അപ്പൊ അവിടുത്തെ എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? ഡ്രോപ്പ് ആവും. അവിടുത്തെ പ്രഷർ, എയർ പ്രഷർ കുറഞ്ഞ സമയത്ത് ലാൻഡിൽ നിന്ന് അങ്ങോട്ടേക്കാണ് എന്തുണ്ടാവുക? മീൻസ് വിൻഡ് ഉണ്ടാവുക. ദാറ്റ് ബ്രീസ് ഈസ് നോൺ ആസ് ലാൻഡ് ബ്രീസ്. വെരി സിമ്പിൾ. നൗ see question. The bottom of cooking vessels are blackened. Give a reason. എന്തിനാണ് കുക്കിംഗ് വെസലിന്റെ അടിയിലൊക്കെ കറുപ്പ് കളർ കൊടുക്കുന്നത്? എന്തിനാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. Can anybody answer for this question? Anybody? സിമ്പിൾ, ഒറ്റ ആൻസറേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ? ആരെങ്കിലും കമന്റ് ചെയ്യാൻ നോക്കട്ടെ. എനിബഡി വേഗം കമന്റ്. Yes. ആര്യ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇറ്റ് അബ്സോർബ് ഹീറ്റ്. യെസ്, ഓക്കെ. യെസ്, ബ്ലാക്ക് വേഗം ഹീറ്റ് അബ്സോർബ് ചെയ്യും. യെസ്, വെരി ഗുഡ്. ബ്ലാക്ക് കളറിന് മാക്സിമം റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനുള്ള എന്തുണ്ട്? കപ്പാസിറ്റി ഉണ്ട്. സോ ദ ബ്ലാക്ക് കളർ ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് മോർ thermal radiation or more heat എന്ന് പറഞ്ഞാലും മതി. ആൻസർ കറക്റ്റ് ആട്ടോ. റെഡി? ഓക്കെ. സോ ബ്ലാക്ക് കളറിന് നല്ല thermal radiation അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് കളർ അടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ കഴിഞ്ഞത്. സോ ലിസൺ നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. സോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature in the Celsius scale? So here we have to convert 98.6 degree Fahrenheit to Celsius scale. So മക്കളെ conversion equation എന്താണ്? നമുക്ക് അത് സീൻ്റെ എഴുതാം. C minus 0 by 100 is equal to F minus 32 by 180. ഈ കൺവേർഷൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയാൻ മതി. ഓക്കെ, ഈ കൺവേർഷൻ ഇക്വേഷൻ പ്രകാരം ഈ സീറോയും ക്യാൻസൽ ഔട്ട്. ഈ 10ഉം ഈ 18ഉം കട്ടാവുമ്പോൾ ഇത് 5ഉം ഇത് 9ഉം വരും. now you want to find C. അപ്പൊ ഈ 5 അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എന്താ? C is equal to 5 by 9 into F minus 32 എന്ന് വരികയും that is equal to 5 by 9 into എടാ F എത്ര? 98.6. So 98.6 minus 32 എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ കൊടുത്തു. സോ നേരെ സോൾവ് ചെയ്യുക, ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എത്രയാണോ ആൻസർ കിട്ടുക അത്രയും ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ ചെയ്താൽ ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ബാങ്കോക്ക്. ഓക്കെ, നൗ ലിസൺ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്ക്. ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ്. മക്കളെ എന്താണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ലേറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം ഉണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്. നമുക്ക് ലേറ്റന്റ് ഓഫ് ഫ്യൂഷൻ പറയാം. ഓക്കെ, സോ ലിസൺ. 1 kilogram ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ്. എന്താണ്? 1 kilogram സോളിഡ് സബ്സ്റ്റൻസ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട്, 1 kilogram സോളിഡ് സബ്സ്റ്റൻസ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ അപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ 1 kilogram സോളിഡ് സബ്സ്റ്റൻസ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ അപ്പോൾ ഉള്ളത്. ആ മെൽറ്റിംഗ് പോയിന്റിലുള്ള 1 kilogram സോളിഡ് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ എത്ര ഹീറ്റ് കൊടുത്താലാണ് ഇയാള് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുക? ലിക്വിഡ് ആയിട്ട് മാറുക. ഓക്കെ, എന്തിൽ മാറ്റമില്ലാതെ? ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ഇതേ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് ആയിട്ട് മാറാൻ എത്ര ഹീറ്റ് കൊടുക്കണോ ആ ഹീറ്റാണ് ഇയാളുടെ എന്ത്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ മക്കളെ എന്താ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram of solid substance in its melting point completely into liquids. ഒന്നും കൂടി ഞാൻ പറയാണ്, എന്താ ലേറ്റന്റ് ഹീറ്റ്? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട്. എങ്ങനെ കൺവേർട്ട് ചെയ്യാനാ? കൺവേർട്ട്
1 kilogram of solid substance in its melting point without changing its temperature completely into liquid. അതായത് 1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ കംപ്ലീറ്റ് ആയി ലിക്വിഡ് ആക്കി മാറ്റാൻ എത്ര ഹീറ്റ് ആവശ്യമുണ്ടോ ആ ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. സെറ്റ് അല്ലേ? യെസ് അല്ലേ? യെസ് അല്ലേ? യെസ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടി ഞാൻ ഡെഫിനിഷൻ പറയാണ്. ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram of solid substance in its melting point without changing in its temperature completely into liquids. That is known as latent heat of fusion. Latent heat of vaporization. Latent heat of vaporization എന്ന് പറഞ്ഞാൽ മക്കളെ, latent heat of vaporization എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 1 കിലോഗ്രാം ലിക്വിഡ് അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് ആ ലിക്വിഡിലേക്ക് എത്ര ഹീറ്റ് കൊടുത്താലാണ് അയാൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുക? ഗ്യാസ് ആയിട്ട് മാറുക. ഓക്കെ, ആ ഒരു ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ LF വെച്ചാ കാണിക്കുക, വേപ്പറൈസേഷൻ LV വെച്ചാ കാണിക്കുക. Ready? Okay. So what is latent heat of vaporization? It is the amount of heat energy required to convert 1 kilogram of liquid substance in its boiling point without changing its temperature completely into gas. Okay. അപ്പോൾ രണ്ടും നമ്മൾ പറഞ്ഞു, രണ്ട് ലേറ്റന്റ് ഹീറ്റും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതില് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ വാല്യൂ കൂടുതലും ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ വാല്യൂ എന്തുമായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ കേസിൽ ലേറ്റന്റ് വേപ്പറൈസേഷന് 22,60,000 ജൂൾ ഉണ്ടാവും ഏകദേശം LV. എന്നാൽ LFO 3,30,000 നിയർ ബൈ വാല്യൂ ഉണ്ടാവുള്ളൂ. റൈറ്റ്? ഓക്കെ, സോ ലിസൺ, അത് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തു. A പറഞ്ഞു, B പറഞ്ഞു. നെക്സ്റ്റ്, why a brass tumbler feels much colder than a wooden tray on a chilly day? ചില്ലി ഡേ എന്ന തണുപ്പുള്ള ദിവസം, ഒരു ചിൽ ഡേ, ഒരു തണുപ്പുള്ള ഒരു ദിവസത്തിൽ എന്തുകൊണ്ടാണ് ബ്രാസ് ടംബ്ലറിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്? ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ട്രെയിനേക്കാൾ കൂടുതൽ തണുപ്പ് ആർക്കുണ്ടാകും? ഒരു ബ്രാസ് ടംബ്ലറിന് ഉണ്ടാവും. സംഭവം ശരിയാണ്. ഒറ്റ ആൻസറേ ഉള്ളൂ. ബ്രാസ് ടംബ്ലറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി of brass is greater than wood. ഓക്കെ, അപ്പം തെർമൽ കണ്ടക്ടിവിറ്റി ഒരു മെറ്റീരിയലിൻ്റെ കുറവാന്ന് പറഞ്ഞാൽ എന്തായാലും മീനിങ് അറിയാം നിങ്ങൾക്ക്? ആ മെറ്റീരിയലിലൂടെ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യില്ല? നടക്കില്ല. അപ്പോ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് ഈസ് ഗ്രേറ്റർ ദാൻ വുഡ് പറഞ്ഞാൽ എന്താ? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ബ്രാസിലൂടെ പെട്ടെന്ന് എന്ത് നടക്കും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇപ്പൊ ബ്രാസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയർ എയർ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു മെറ്റീരിയലിന് പുറത്തേക്ക് ഹീറ്റ് വേഗം പോകും. എവിടുന്ന്? ബ്രാസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ഹീറ്റ് വേഗം കടന്നു പോകും. ബിക്കോസ് ബ്രാസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി മീൻസ് എന്താ? കൂടുതലാണ്. അപ്പൊ ഇവിടുന്ന് വേഗം ഹീറ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്രാസ് വേഗം എന്ത് ചെയ്യും? തണുക്കും. എന്നാൽ വുഡിന്റെ എന്ത് കുറവാ? തെർമൽ കണ്ടക്ടിവിറ്റി കുറവാ. അതുകൊണ്ട് വുഡിലൂടെ വേഗം ഹീറ്റ് എന്ത് ചെയ്യൂല? ട്രാൻസ്ഫർ ചെയ്യില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരൊറ്റ ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് ആയിട്ടോ. ഈ ഒരൊറ്റ ആൻസർ ആണ്, ചാൻസ് ഉള്ളതാണ്. ഈ ടൈപ്പ് എന്ത് ചോദിച്ചാലും ഈ ടൈപ്പ്. അപ്പോൾ അതുപോലെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഐസൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഐസ് എന്താ പറയുക അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിന്റെ പെട്ടിയിൽ ഐസിനെ വെക്കുക. അതിന്റെ റീസൺ എന്താ? നിങ്ങൾക്ക് തെർമോക്കോളിന് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് ഈ തെർമോക്കോളിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഹീറ്റ് തെർമോക്കോളിന്റെ ഉള്ളിൽ കൂടെ അകത്തെത്തൂല എന്ന് പെട്ടെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് തെർമോക്കോളിന്റെ പെട്ടി വെക്കുന്നത്. അപ്പൊ അവിടെ എന്താ? തെർമൽ കണ്ടക്ടിവിറ്റി കുറവായതാണ് തെർമോക്കോൾ യൂസ് ചെയ്യാൻ കാരണം. ഐസൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് മറക്കരുത് മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. തെർമൽ കണ്ടക്ടിവിറ്റിന്റെ അവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ്, ഒരു മെറ്റീരിയലിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അതിൽ കൂടെ നല്ല സ്പീഡിൽ ഹീറ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഒരു മെറ്റീരിയലിന് തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ
അതിലൂടെ പെട്ടെന്നൊന്നും ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല, ട്രാൻസ്ഫർ ചെയ്ത് പോവാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇത് പോയിന്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. വേഗം കമന്റ് ചെയ്യണേ. ഓക്കെ ആണെങ്കിൽ വേഗം കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. മക്കൾ വേഗം കമന്റ് ചെയ്യും. യെസ് ഓക്കെ ആണ്. റെഡി. ഗുഡ്. അടിപൊളി, നല്ല മക്കൾ. ഇവിടെ നോക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എ റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ ഈറ്റബിൾസ് കെപ്റ്റ് ഇൻസൈഡ് അറ്റ് 9 degrees Celsius if room temperature is 36 degrees Celsius. Calculate the coefficient of performance. മക്കളെ, നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണുന്നത് ശരിക്കും തെർമോഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെയ്യാം. ഇവിടെ നോക്ക്. COP ഓഫ് റെഫ്രിജറേറ്റർ. Can anybody say COP ഓഫ് റെഫ്രിജറേറ്റർ? ഒരു റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ എന്താ? ആർക്കാ പറയാൻ പറ്റുക? നോക്കട്ടെ. Come on. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എപ്പോൾ എഴുതും. വേഗം. Q2 by Q1 minus Q2 അല്ലേടാ? എന്താണ്? Q2 by Q1 minus Q2. 1 minus T2 by T1 ശരിക്കും ഹീറ്റ് എഞ്ചിൻ്റെതാണ്. പിന്നെ ആര്യ കേട്ടോ, റെഫ്രിജറേറ്ററിന്റെ എന്താണ്? Q2 by Q1 minus Q2 ആണ്. മറന്നു പോകരുതേ. യെസ്. നൗ ലിസൺ. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? നമുക്ക് പിന്നെ ടെമ്പറേച്ചർ മാത്രമേ തന്നുള്ളൂ. Q1 Q2 നമുക്ക് തന്നിട്ടില്ല. യെസ്. നൗ ലിസൺ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് എടുക്കുക? ഇവിടെ നോക്ക്. ഇവിടെ ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ബിക്കംസ് T2 by T1 minus T2 എന്ന ഇക്വേഷൻ നമുക്ക് എടുക്കാം. T2 by T1 minus T2 എന്ന ഇക്വേഷനിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. Now listen. എന്താ T2? എന്താ T1? T2 എന്ന് പറയുന്നത് കോൾഡ് ബോഡി ടെമ്പറേച്ചറും T1 എന്ന് പറയുന്നത് ഹോട്ട് ബോഡി ടെമ്പറേച്ചറും. പക്ഷെ അത് കെൽവിൻ സ്കെയിലായിരിക്കണം. മറന്നു പോകരുത്, അത് കെൽവിൻ സ്കെയിലായിരിക്കണം. ആ മക്കൾ പറ, T2 എന്താണ്? കോൾഡ് ബോഡി ടെമ്പറേച്ചർ. എത്ര? 9. അപ്പൊ 273 പ്ലസ് 9 ആണ് എഴുതേണ്ടത്. ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ സ്കെയിൽ. നെക്സ്റ്റ് T1 എന്താടാ? 36. ഓക്കെ, 36 അല്ല, 273 പ്ലസ് 36. ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്രയും. ഓക്കെ, അത് എത്രയോ ആവട്ടെ, ആ രണ്ട് വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ T2 എത്ര ഉണ്ടാവുക? 273 പ്ലസ് 9, സോ 282 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ, ഓക്കെ, ദിസ് ഇസ് T1. സോ T1 വാല്യൂ എത്രടാ? ഇതല്ലേ T1 വാല്യൂ? യെസ്. T2 വാല്യൂ ഇതല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 36 മൈനസ് 9 ഉണ്ടാകും. ദാറ്റ് ബിക്കംസ് 27. ഓക്കെ, സോ വാല്യൂ നേരെ എത്രയാന്നുള്ളത് നോക്കുക. അത് നേരെ ആൻസർ ആക്കി എഴുതി വെക്കുക. എന്ത് കിട്ടി? COP കിട്ടി, കോപ്പ് കിട്ടി. റെഡി അല്ലേ? യെസ്. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? വേഗം പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ ആണോ? റെഡി ആണോ? വേഗം കമന്റ് ചെയ്യ്. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഹീറ്റിന് പകരം ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ അതേ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി. പ്രശ്നമൊന്നുമില്ല കേട്ടോ. റെഡി അല്ലേ? യെസ്. എല്ലാവരും ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നൗ ലിസൺ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കൾ. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കടാ. ഇവിടെ നോക്ക്. എ ബോഡി കൂൾസ് ഫ്രം 80 degree to 80 degree Celsius to 50 degree Celsius. ഒരു ബോഡി 80 ഡിഗ്രി നിന്ന് 50 ഡിഗ്രിയിലേക്ക് തണുക്കുന്നു മക്കളെ. യെസ്. ഓക്കെ, തണുക്കുന്നു. നൗ ലിസൺ. അങ്ങനെ 80 നിന്ന് 50ലേക്ക് ചേഞ്ച് ചെയ്യാൻ എത്ര സമയം എടുത്തു? നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം എടുത്തു. ഓക്കെ അല്ലേ? നൗ കാൽക്കുലേറ്റ്
calculate the time it taken to cool from 60 degree to 30 degree. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി എന്ന് ഈ ബോഡി 30 ഡിഗ്രിയിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്ന ഡാറ്റാസ് ഒക്കെ ഞാൻ കൃത്യമായി അവിടെ എഴുതി. ആരോ ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തോ സംഭവം ചോദിച്ചിട്ടുണ്ട്, 27 കെൽവിനിലേക്ക് ആക്കണ്ടേന്ന്. മക്കളെ, ഇത് രണ്ടും നമ്മൾ കെൽവിനിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. രണ്ടും കെൽവിനിലാക്കിയ വാല്യൂസ് അത് രണ്ടും. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, എത്ര കിട്ടുക? 27. കെൽവിനിലെ ഡിഫറൻസും സെൽഷ്യസിലെ ഡിഫറൻസും എപ്പോഴും സെയിം ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, നോക്കണം. ലിസൺ, അപ്പൊ ഇതിലേക്ക് തന്നെ വാ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കേസ്. ഈ കേസിൽ കുറെ കുട്ടികൾ ആൻസർ ചെയ്യും. 80 നിന്ന് 50 എത്തുക പറഞ്ഞാൽ 30 ഡിഗ്രി കുറയാം, അപ്പോൾ 5 മിനിറ്റ്. ഇവിടെ 60 നിന്ന് 30 പറഞ്ഞാൽ എന്താ? അതും 30 ഡിഗ്രിയാ കുറയുന്നത്. അപ്പൊ അവിടെ 5 മിനിറ്റ് എടുക്കുന്നു വിചാരിക്കും. പക്ഷെ തെറ്റാണ്. എന്താണ് അത്? തെറ്റാണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ നോക്ക് മക്കളെ, അപ്പൊ എന്താ അവിടുത്തെ കാര്യം? ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന ഒരു കോൺസെപ്റ്റ് വെച്ച് അവിടെ ചെയ്യാൻ പോകുന്നത്. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? ലിസൺ, ദ റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് എ ഹോട്ട് ബോഡി is directly proportional to difference in temperature between the hot body and the surroundings. ഇവിടെ നോക്കുക, ഒരു ഹോട്ട് ബോഡി ഇതൊരു ഹോട്ട് ബോഡിയാണ്. ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് പുറത്ത് കോൾഡ് ബോഡിയാണ്. ഇത് ഹോട്ട് ബോഡി. അപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ T1, ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ T1 ആയിക്കോട്ടെ. ഓക്കെ, അത് കോൾഡ് ബോഡി ആക്കി എടുക്കുന്നു. ഇയാളോ ഹോട്ട് ബോഡി, ടെമ്പറേച്ചർ T2 ആയിക്കോട്ടെ. ഇവിടുന്ന് പുറത്തേക്ക് എന്ത് പോകും? തെർമൽ റേഡിയേഷൻ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും. ക്ലിയർ? ഓക്കെ. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ഹോട്ട് ബോഡി, ഒരു ഹോട്ട് ബോഡി പുറത്തേക്ക് വിടുന്ന തെർമൽ റേഡിയേഷന്റെ അളവ്, ഒരു സെക്കൻഡിൽ പുറത്തേക്ക് വിടുന്ന തെർമൽ റേഡിയേഷന്റെ അളവ് ഈ ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാടാ, dq by dt. ഇതാണ് rate at which thermal radiation emitted by a hot body. That is directly proportional to എന്തിന്? difference in temperature between hot body and cold body. That is T2 minus എന്ത്? T1. അപ്പൊ T1 ആണ് ഇവിടുത്തെ എന്ത്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ T1 ആണ്. റൈറ്റ്? ഓക്കെ. ഇനി മക്കളെ, ഞാൻ ചെറിയ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് Q is equal to ms delta t എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Q is equal to ms delta t എന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ mc delta t എന്നും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ, d into ms delta t by dt proportional to T2 minus T1 എന്ന് വരും. ഇവിടുന്ന് എമ്മും എസും പുറത്തേക്ക് എടുത്താൽ ms into d, ഓക്കെ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ms ഡെൽറ്റ ടിക്ക് ഈ ടി എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ചേഞ്ചാ. ഈ ബോഡിന്റെ ടെമ്പറേച്ചർ എത്ര മാറി എന്നുള്ളതാ. ആ ടെമ്പറേച്ചർ ചേഞ്ചിന് ഞാൻ T2 എന്ന് വിളിക്കാൻ പോവാം. T2 ചേഞ്ച്. സോ ഇത് നമുക്ക് മാറ്റി എഴുതാൻ പോവാണ്. ലിസൺ, ഇങ്ങനെ എഴുതാൻ പോവാണ്. ജസ്റ്റ് ഇത് അങ്ങനെ എഴുതാം സൗകര്യത്തിന്. d by dt into ഈ Q ഞാൻ ms ഡെൽറ്റ ടി എന്ന് പറഞ്ഞല്ലോ. ആ ഡെൽറ്റ ടി വാല്യൂ ഞാൻ ഇങ്ങനെ എഴുതാണ്, T2 എന്നാക്കി എഴുതാൻ പോവാണ്. T2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 ആക്കി എടുക്കുകയാണ്. ശരിക്കും T2 അല്ല, DT2 അതിൽ വന്നോളൂ. DT2 ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എത്ര സമയം കൊണ്ട് അറിയോ? dt ടൈം കൊണ്ടുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ DT2 ആണ്. സോ dq എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് പുറത്തു പോകുന്ന ഹീറ്റാ. അപ്പൊ ശരിക്കും ഇങ്ങനെ എഴുതണ്ട്, dq is equal to ms dt2 എന്ന് എഴുതിയാൽ മതി, സിമ്പിൾ ആയിട്ട്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, dq ന് പകരം ms dt2 എന്ന് എഴുതാം. by dt is proportional to T2 minus T1. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, ഞാൻ ഇക്വേഷനിലേക്ക് എത്തിച്ചിട്ട് ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ എമ്മും എസും എന്താടാ? കോൺസ്റ്റന്റാ. ഇത് അപ്പുറത്തേക്ക് തട്ടുമ്പോൾ ഇവിടെ ഒരു പ്രപ്പോർഷണാലിറ്റി ഉണ്ട്. ആ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ dt2 by dt is equal to k ഉണ്ടാവും. ഈ ms അങ്ങോട്ട് പോകുമ്പോൾ ബൈ ms എന്നുണ്ടാകും. പിന്നെന്താ? T2 minus T1 ഉണ്ടാവും. ഇത് ഈ സംഭവം ഒന്നായിട്ട് എന്താ? ഒരു കോൺസ്റ്റന്റാ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റന്റും ഈക്വലും കൂടി നമുക്ക് പ്രപ്പോർഷണൽ ആക്കാം. അപ്പൊ എന്താ വരിക? dt2 by dt is proportional to T2 minus T1.
പ്രോബ്ലം ചെയ്യാൻ ഈ റിലേഷൻ അത്യാവശ്യമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ ഈ റിലേഷൻ അത്യാവശ്യമാണ്. അപ്പൊ ഈ റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എന്താ dT2/dt എന്ന് പറഞ്ഞാൽ അറിയോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ ഹോട്ട് ബോഡിയാണ്. The rate of change of temperature of a hot body is directly proportional to difference in temperature between hot body and cold body. ഇതൊന്നും നിങ്ങൾ എഴുതി ഉണ്ടാക്കണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ മക്കളെ ഞാൻ ആ ഒരു ഇക്വേഷൻ മാത്രം ഞാൻ ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യുന്നത്. മക്കളെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിക്കണേ. ലിസൺ. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. dT2/dt is proportional to T2 minus T1, where T2 hot body temperature, T1 cold body temperature. ഇവിടെ ഇതാ സബ്സ്റ്റൻസ്. അവിടെ നോക്ക്, dT2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ബോഡിയുടെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് ആണ് dT2 എന്ന് പറഞ്ഞാൽ. T2 എന്താ? ഈ ബോഡിയുടെ ടെമ്പറേച്ചർ ആണ്. T1 അറ്റ്മോസ്ഫിയറിക് എയർ ടെമ്പറേച്ചർ ആണ്, ആള് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കാൻ പോവാണ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ് dT2, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദിസ് ബോഡി ആണ് dT2. അപ്പൊ എന്താ ഇവിടെ എന്താ വരിക? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 30 ആണ്, ഡിവൈഡ് ബൈ dTO അതിനെടുത്ത സമയം എത്ര? 5 മിനിറ്റ്. 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ഈസ് പ്രപ്പോർഷണൽ ടു എന്താ? T2 മൈനസ് T1. T2 എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ബോഡി ടെമ്പറേച്ചർ. ഈ ഹോട്ട് ബോഡി ടെമ്പറേച്ചർ 80 50ലേക്ക് പോവാണ്. അപ്പോൾ ഈ ഹോട്ട് ബോഡി ടെമ്പറേച്ചർ നമ്മൾ അപ്പൊ എത്ര എടുക്കുക? അതിന്റെ മീൻ വാല്യൂ 80ന്റെയും 50ന്റെയും മീൻ വാല്യൂ. അപ്പൊ എത്ര ഉണ്ടാവുക? അപ്പൊ T2 എന്ന് പറഞ്ഞാൽ 80 + 50/2 ഉണ്ടാവും. എത്ര? 80 + 130 ആണ്. 130/2 പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 65 ഉണ്ടാവും. എത്ര ഉണ്ടാവും? 65 ഉണ്ടാവും. അപ്പൊ നമ്മൾ T2 കൊടുക്കുക 65 എന്ന് കൊടുക്കും, മൈനസ് T1 എത്ര? 20 എന്ന് കൊടുക്കും. ക്ലിയർ? നൗ ഇത് എത്ര ഉണ്ടാവും? 30/5. അവിടെ നിന്നോട്ടെ, ഇപ്പൊ ഒന്ന് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. 30/5 മിനിറ്റ് ആണ്. ഈസ് പ്രപ്പോർഷണൽ ടു എത്ര? 65 - 20 ഈസ് 45 എന്ന് കിട്ടും. അവിടെ നിൽക്കട്ടെ. ഇനി ചോദിച്ച അടുത്ത ഈ കേസാണ്. ഈ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതേ ഇക്വേഷൻ അവിടെയും അപ്ലൈ ചെയ്യാം. എന്താ? dT2 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്ര? 30 ഡിവൈഡ് ബൈ dt എന്താ? അതിനെടുത്ത സമയം അതറിയില്ല, അത് കാണണം, അത് T ആയിക്കോട്ടെ. ഈസ് പ്രപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. അപ്പൊ ഹോട്ട് ബോഡി ടെമ്പറേച്ചർ എത്ര? 60 30ന്റെയും മെയിൻ വാല്യൂ 60 + 30 90/2 45. അപ്പൊ എന്താ വരിക? 45 - 20 വരും. സോ 30/T ഈസ് പ്രപ്പോർഷണൽ ടു 25 എന്ന് വരും. പുട്ട് ദിസ് റിലേഷൻ 1, ദിസ് റിലേഷൻ 2. ഈ രണ്ട് റിലേഷൻസും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ലിസൺ, ഡിവൈഡ് ചെയ്യാണ്. ഏത്? 1/2 റിലേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ബൈ അത് എന്താ? 30/5 മിനിറ്റ് ആണ്, ഡിവൈഡ് ബൈ 30/T അത് മിനിറ്റ് തന്നെയാണ്, ഇസ് ഈക്വൽ ടു വരും. കാരണം ഈ പ്രപ്പോർഷണാലിറ്റിയും ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇവിടെയും അതേ കോൺസ്റ്റന്റ് ഇവിടെ ഉണ്ടാവും. ആ രണ്ട് കോൺസ്റ്റന്റ്സും കട്ടായി പോകും. അപ്പൊ എന്താ വരിക? ഈക്വൽ ടു നേരെ എഴുതാം. പ്രപ്പോർഷണൽ വരെ ഈക്വൽ ടുലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ലിസൺ. എന്താ വരിക? 30 കട്ട്. ഇനി RHS എന്താ? 45/25 ഉണ്ടാവും. 45/25 ഉണ്ടാവും. സോ ഈ T മുകളിൽ കയറും. അപ്പൊ എന്താ മക്കളെ ആൻസർ ഉണ്ടാവുക? പറ. T/5 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു 45/25. ഓക്കെ, ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ? T ഇസ് ഈക്വൽ ടു 45/25 × 5 മിനിറ്റ് ഉണ്ടാവും. ഇത് കട്ട്. അപ്പൊ എത്ര? താഴെ 5 വന്ന് 45/5 എത്ര മക്കളെ? 9 5 അല്ലേ? അപ്പൊ എത്ര ഉണ്ടാവും? 9 മിനിറ്റ്സ് എന്നുണ്ടാവും. ക്ലിയർ? അപ്പൊ എത്ര മിനിറ്റ് ആണ് മക്കളെ? പറഞ്ഞോ. യെസ്, 9 മിനിറ്റ്സ് ആണ് സമയം എടുക്കുക. അത് എത്രയായിരുന്നു? 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റുള്ള ഇപ്പൊ എത്രയായി? 9 മിനിറ്റ് ആയി മാറി. ഈ ചെയ്ത എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് മാക്സിമം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇവിടുന്ന് ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ എന്നുള്ള ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെക്കുക. ഇതേ ഫോർമാറ്റിൽ ചെയ്യാം. ഈ ഇക്വേഷൻ നേരെ എഴുതിയെടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. എന്നിട്ട് എന്താ ഓരോ ടേം എന്നുള്ളത് മനസ്സിലാക്കുക. dT2 എന്ന് പറയുന്ന എന്താണ്? ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. dTO അതിനെടുത്ത സമയമാണ്. ഇനി T2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടെമ്പറേച്ചറുകളുടെ മീൻ വാല്യൂ. T1 അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? നേരെ കൊടുത്ത് ഡിവൈഡ് നിങ്ങൾക്ക് വേണ്ട ആൻസറാ. സെറ്റാ? ഓക്കെ, നെക്സ്റ്റ്. ആ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഒന്ന് കമന്റ് ചെയ്യണം മക്കളെ. സെറ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യണം. യെസ്, കം ഓൺ.
ക്ലിയർ? റെഡി? ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണേ. ശ്രദ്ധിക്കടാ, നോക്കടാ. Which among the following possesses the highest specific heat capacity? ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈ തന്നതിൽ ആർക്കാണ്? മെറ്റൽസിനാണോ, ഐസിനാണോ, വാട്ടറിനാണോ, ഗ്ലാസിനാണോ? ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ് യെസ്. മുഹമ്മദ്, ഷിഫ, ഐഷ, സാന്ദ്ര എല്ലാവരും ആൻസർ കറക്റ്റ് ആക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, വാട്ടറിനാണ് അല്ലെ. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏകദേശം 4186 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാകുമ്പോൾ ഒരു ഗുണം എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അതിലേക്ക് കുറേ ഹീറ്റ് കൊടുത്താലേ ടെമ്പറേച്ചർ കുറച്ചെങ്കിലും കൂടുള്ളൂ. അതതിൻ്റെ മീനിങ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണെങ്കിലോ കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി, ടെമ്പറേച്ചർ വേഗം കൂടും. ഇപ്പോൾ വെളിച്ചെണ്ണ വേഗം ടെമ്പറേച്ചർ കൂടും ചൂടാക്കുമ്പോൾ. എന്താ കാരണം? അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണക്ക് കുറച്ച് ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? വേഗം കയറും. വെള്ളമാണെങ്കിലോ നല്ലോണം ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുള്ളൂ? കയറുള്ളൂ. റൈറ്റ്? റെഡി അല്ലേ മക്കളെ? സെറ്റ് ആണോ? പെർഫെക്റ്റ് ആണോ? യെസ്. നൗ ലിസൺ. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 4186. അത് മാക്സിമം വാല്യൂ ആണ് ആർക്ക്? വാട്ടറിന്. അങ്ങനെ മാക്സിമം ആയതുകൊണ്ട് ഒന്ന് നമ്മുടെ ബോഡിയിൽ മെജോറിറ്റി 80% വാട്ടർ നമ്മളിങ്ങനെ അരച്ചെടുത്താൽ അധികം കിട്ടുക, വെള്ള ജല കണ്ടന്റ് വാട്ടർ കണ്ടന്റ് അധികം കിട്ടുക. അപ്പോൾ എന്തിനാണ് ഗോഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വാട്ടറാണ് സ്പെസിഫിക് വാട്ടറാണ് മേജർ കണ്ടന്റ്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആയതുകൊണ്ട് ഹൈ ആവുമ്പോൾ നല്ല ഹീറ്റ് ബോഡി കയറിയാൽ മാത്രമേ നമ്മളെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുള്ളൂ? റൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് വലിയ രീതിയിൽ നമ്മുടെ ബോഡിയെ ബാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ ബോഡിയിൽ മെജോറിറ്റി കണ്ടന്റ് വാട്ടറാണ്. വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് എന്താവില്ല? റൈസ് ആവില്ല. ആ ഒരു കോൺസെപ്റ്റ് മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അതുപോലെ മക്കളെ മറ്റൊരു കാര്യം. ഓക്കെ, സച്ചു സൂപ്പർ ചാറ്റ് എഴുതണമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ലിസൺ. അപ്പോ പിന്നെ ഈ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റീസണും തന്നെയാണ്. ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ് റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കാൻ, കൂളന്റ് ആയിട്ട് തണുപ്പിക്കാൻ. അപ്പൊ തണുപ്പിക്കുമ്പോൾ എഞ്ചിന് കുറേ ഹീറ്റിനെ വലിച്ചെടുക്കാൻ പറ്റും. ആർക്ക്? വെള്ളത്തിന്. കുറേ ഹീറ്റിനെ എഞ്ചിന് വലിച്ചെടുത്താലേ ഈ വെള്ളത്തിന് ടെമ്പറേച്ചർ എന്ത് ചെയ്യുള്ളൂ? കുറച്ചെങ്കിലും റൈസ് ആവുള്ളൂ. അതുകൊണ്ട് അവിടെ ഒക്കെ ചോദിക്കുകയാണെങ്കിലും ഒറ്റ പോയിന്റ് മറക്കാതിരിക്കുക, ഡ്യൂ ടു ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ്. അങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കേട്ടോ. യെസ്, ഓക്കെ ആണല്ലോ? യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതിപ്പോ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എന്താ ചോദിച്ചാൽ ഒറ്റ ആൻസർ വാട്ടർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ തന്നു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is sublimation? എന്താ മക്കളെ sublimation? It's a phenomenon of conversion of a solid substance directly into gas. Solid substance ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്ന, ഓക്കെ, നേരെ ഗ്യാസായി മാറുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? സബ്ലിമേഷൻ. ഈ സബ്ലിമേഷന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അഗർബത്തീസ് അല്ലെ, നമ്മൾ അഗർബത്തീസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അഗർബത്തീസ് ഒക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്? നേരെ അതെന്ത് ചെയ്യും? ഗ്യാസ് ആയിട്ട് മാറുക ചെയ്യുക, ലിക്വിഡ് ഫോമിലേക്ക് മാറില്ല. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഡ്രൈ ഐസ് ഉണ്ട്, ഡ്രൈ ഐസ് പറയാം. ഓക്കെ അല്ലേ? പിന്നെന്താ? നാഫ്തലിൻ പറയാം. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഒറ്റ എക്സാമ്പിൾ മതി. ഓക്കെ. യെസ് യെസ് യെസ്. കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്. കാംഫറും എക്സാമ്പിൾ ആണ്. കറക്റ്റ് ആട്ടോ. യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കടാ. Draw a graph showing the variation of volume of a given mass of water with temperature from 0 degree. In the graph, mark the temperature at which water has maximum density. Yes, yes. നോക്ക്, ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്. അപ്പോൾ ഒരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. ആരൊക്കെ? ഷോയിങ് വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ. സോ ഈ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ വോളിയം. അപ്പം ഇവിടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 0 ഡിഗ്രി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ മക്കളെ, 0 ഡിഗ്രി തുടങ്ങുമ്പോൾ അതിൻ്റെ വോളിയം ഒന്ന് കുറഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? പിന്നെ കൂടും. സോ ഇഫ്
ടെമ്പറേച്ചർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കണ്ട, ദിസ് ടെമ്പറേച്ചർ ഈസ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 0 ഡിഗ്രിയിൽ ഒരു വോളിയം ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ വോളിയം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. 4 ഡിഗ്രി വരെ വോളിയം എന്ത് ചെയ്യും? കുറയും. 4 ഡിഗ്രിയിൽ എന്താ മക്കളെ? ഇവിടെ എന്താ 4 ഡിഗ്രിയിൽ എന്താ? മിനിമം വോളിയം ആയിരിക്കും. മിനിമം വോളിയം. ഓക്കെ അല്ലേ? ആ സ്ഥലത്ത് ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി മാക്സിമം. ഓക്കെ, മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ മാക്സിമം ഡെൻസിറ്റി ഉള്ള ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഏതാ മാക്സിമം ഡെൻസിറ്റി? അറ്റ് 4 ഡിഗ്രി. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്, എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീനിയർ എക്സ്പാൻഷൻ ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എൻ ഒബ്ജെക്ട് വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാം ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു മെറ്റീരിയലിന്റെ ലെങ്ത്തിന് ഉണ്ടാവുന്ന മാറ്റം, അതിലാണല്ലോ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവുക. ഇനി ഏരിയക്കാണ് മാറ്റമെങ്കിലോ അത് സൂപ്പർഫിഷ്യൽ ഓർ ഏരിയൽ എക്സ്പാൻഷനാ. വോളിയത്തിനാ മാറ്റമെങ്കിലോ അത് ക്യൂബിക്കൽ ഓർ വോളിയം എക്സ്പാൻഷൻ എന്നൊക്കെ പറയും. ഓക്കെ ഫൈൻ, എന്തോട്ടെ. ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ ഇക്വേഷൻ എഴുതണം. നമുക്കറിയാടാ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു L0 ആൽഫ എൽ ഡെൽറ്റ ടി. ഞാൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലീനിയർ എക്സ്പാൻസിവിറ്റിയെ ആൽഫ എൽ വെച്ചാണ് കാണിക്കുക. ഓക്കെ, സോ ആൽഫ എൽ ആണ് ഞാൻ കാണിക്കുന്ന ലെറ്റർ. സോ ഇവിടുന്ന് ആൽഫ എൽ എന്താ മക്കളെ വരിക? ഡെൽറ്റ എൽ ബൈ L0 ഡെൽറ്റ ടി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഷോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ത്രൈസ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ എന്ത് പ്രൂവ് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഞാൻ ആൽഫ വി എന്നാണ് കാണിക്കാറ്. സോ അത് എത്രയാണ്? 3 മടങ്ങാണ് ആരെ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ എന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ അല്ലേടാ? അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്, അത് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മക്കളെ ഞാൻ ഇവിടെ ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യാണ്. ഒരു ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താണ്? L0 ആണ്. L0 എന്താ? L0. ഓക്കെ, ഇതിനെ ചൂടാക്കിയായിട്ട് ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ് ചെയ്തപ്പോൾ ഈ ക്യൂബ് ഒന്ന് വലുതായി. ഈ ക്യൂബ് ഒന്ന് എന്തായടാ? ഈ ക്യൂബ് ഒന്ന് വലുതായി. അങ്ങനെ ഈ ക്യൂബിന്റെ ലെങ്ത് LT ആയി, ബ്രെഡ്ത്ത് LT ആയി, ഹൈറ്റും LT ആയി മാറി. ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ പറയുക മക്കളെ? ലിസൺ, ഈ ഒരു റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. ആ റിലേഷൻ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിന് ആദ്യം മക്കളോട് നോക്ക്, എന്താണ് VT? VT പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കൂട്ടിയതിന് ശേഷമുള്ള ഫൈനൽ വോളിയം ആണ് VT. ഫൈനൽ വോളിയം എങ്ങനെ കാണുക? LT into LT into LT, ദാറ്റ് ഈസ് LT ക്യൂബ് ആണ് എന്ത് പറഞ്ഞാൽ VT എന്ന് പറഞ്ഞാൽ. ഇനീഷ്യൽ വോളിയം എത്രയാണ്? L0 ക്യൂബ് വരെ അല്ലേ? ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ LTക്ക് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. LT ഈസ് ഈക്വൽ ടു L0 into 1 plus alpha L delta T എന്നൊരു ഇക്വേഷൻ നമ്മൾ LTക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, LT is equal to കൃത്യമായി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. LT is equal to L0 into 1 plus alpha L delta T. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ മക്കളെ ഇവരെ പറ? L0 into 1 plus alpha L delta T ന്റെ എന്ത്? ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L0 ക്യൂബ് into 1 plus alpha L delta T ന്റെ ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L0 ക്യൂബ് into ഇതെന്താ? A plus B ഹോൾ ക്യൂബ് എന്നുള്ള ഒരു ഫോർമാറ്റാ. അപ്പൊ എന്താ വരിക? A ക്യൂബ് പ്ലസ് 3 A സ്ക്വയർ into B പ്ലസ് 3 A into B സ്ക്വയർ എന്ന് വരും. ഓക്കെ പ്ലസ് B ക്യൂബ് ഉണ്ടാവും. ദാറ്റ് ഈസ് ആൽഫ L ഡെൽറ്റ T ഹോൾ ക്യൂബ്. A പ്ലസ് B ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആണ്. ഇതിന്റെ ക്യൂബ് പ്ലസ് 3 ടൈംസ് ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇത് പ്ലസ് 3 ടൈംസ് ഇത് ഇൻറ്റു ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ ക്യൂബ്. നേരെ എഴുതി. നൗ ഇനി എന്താ മക്കളെ നോക്ക്? ദാറ്റ് ബിക്കംസ്
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് നോക്ക്, വി ടി ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ വി ടി ഉണ്ട്, വി ടി. ഇതെന്താ L0 ക്യൂബ് പറഞ്ഞാൽ എന്താ, V0 ആണ്, ഇനീഷ്യൽ വോളിയം ആണ്. L0 ഇനീഷ്യൽ ലെങ്താ, L0 ഇനീഷ്യൽ ബ്രെഡ്ത്താ, L0 ഇനീഷ്യൽ ഹൈറ്റാ. അപ്പൊ L0 ക്യൂബ് എന്താ, ഇനീഷ്യൽ വോളിയം ആണ്. സോ V0 കൊടുക്കാം ഇൻറ്റു 1 ക്യൂബ് പറഞ്ഞാൽ 1 ആ, പ്ലസ് 3 ഇൻറ്റു ഇത്. അപ്പൊ എന്താ 3 ആൽഫ L ഡെൽറ്റ ടി എന്ന് വരും, പ്ലസ്. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം 3 ഇൻറ്റു ആൽഫ L സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി സ്ക്വയർ ഉണ്ട്, ഇവിടെ ആൽഫ L ക്യൂബ് ഉണ്ട്. എടാ ആൽഫ എല്ലിന്റെ വാല്യൂ വളരെ ചെറുതാ, അതുകൊണ്ട് ആൽഫ L സ്ക്വയറിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0ന്റെ അടുത്ത വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പതുക്കെ നമുക്ക് അതിന് എന്തെന്ന് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. അപ്പൊ ആൽഫ L ക്യൂബ് ഒന്നും കൂടി 0ക്ക് അടുത്തായിരിക്കും. അപ്പൊ അതും എന്താ, അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0 കൊടുത്താൽ ഈ ടേമും ക്യാൻസൽ ഔട്ട് ആവും. സോ ബാക്കി ഉണ്ടാവുക ആര് മാത്രം, ഇവർ മാത്രം. സോ ഈ V0 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഈ V0 ലെഫ്റ്റ് ഒന്ന് വേണം ചെയ്യാം. V0 കൊണ്ട് VT ബൈ V0 വരും. റൈറ്റ് സൈഡ് 1 പ്ലസ് 3 ആൽഫ L ഡെൽറ്റ ടി എന്ന് വരും. നൗ ഈ 1 ലെഫ്റ്റ് എടുത്താൽ മക്കളെ എന്താ വരിക പറ, ആ 1 ലെഫ്റ്റ് എടുത്താൽ VT by V0 minus 1 is equal to 3 alpha L delta T എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ VT minus V0 by V0 is equal to 3 alpha L delta T എന്ന് വരും. So from here 3 alpha L delta T is equal to ഇത് is equal to എന്താ, VT minus V0 ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, എന്താ ചേഞ്ച് ഇൻ വോളിയം ആണ്. സോ ചേഞ്ച് ഇൻ വോളിയം ബൈ എന്താ, ഇനീഷ്യൽ വോളിയം. സോ ഇവിടുന്ന് 3 ആൽഫ L ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ഡെൽറ്റ V ബൈ V0 ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ മക്കളെ ഇതെന്താ സാധനം, ദിസ് ഈസ് ആൽഫ V. അപ്പൊ എന്തായി, 3 ആൽഫ L ഇസ് ഈക്വൽ ടു ആൽഫ V എന്ന് കിട്ടി. സോ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇവർ പറഞ്ഞ ബി ക്വസ്റ്റ്യന്റെ ആൻസർ 2 മാർക്കിനാണ്, വൃത്തിക്ക് എഴുതി വെക്കുക കേട്ടോ. റെഡി അല്ലേ മക്കളെ? യെസ്. ഇതുപോലെ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കാനുണ്ട്. ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ആൽഫ L, ഇതും പഠിച്ചു വെക്കാണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ വി എന്നുള്ളിടത്ത് എ ആണ് വരിക, സ്ക്വയറുള്ള ക്യൂബുള്ള സ്ക്വയറും അത്ര വ്യത്യാസം വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, സോ സിമ്പിൾ ആയി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, ഡോണ്ട് വറി. സോ സി ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. സി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മക്കളെ ഒന്ന് പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. അബ്സല്യൂട്ട് 0 ഈസ് ഡാഷ്. എന്താണ് അബ്സല്യൂട്ട് 0? മക്കളെ ആൻസർ പറഞ്ഞോ. അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ ഏതാ? നിങ്ങൾക്ക് വിട്ടിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. വേം പറ അബ്സല്യൂട്ട് 0. വേം പറ. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് ഏതാണ്? നോക്കട്ടെ, ആരാ ഉത്തരം പറയാൻ നോക്കട്ടെ ആദ്യം. പറ. അബി പറയുന്നു 273.15 ആണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നുണ്ട്. അബി 273.15 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കെൽവിൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്, അതുകൊണ്ടാ. വേം പറ. കംഫാസ് വേഗം. യെസ്, ഡൊണാൾഡ് ഡക്ക് ക്യാൻസൽ ചെയ്തു. അന്ന 273.15 കെൽവിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഞാൻ പറ അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0 വരുന്നുണ്ട്. വേം പറ. അബ്സല്യൂട്ട് 0 എല്ലാവരും കമന്റ് ചെയ്യണം. വേഗം കമന്റ്. അയ്യോ, യൂട്യൂബ് വൈറസിന് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക്. വേം പറ. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. യെസ് ഉത്തരം വന്നു. ആയിഷ ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്.
ഈ ഓപ്ഷനിൽ അതിന്റെ കറക്റ്റ് ആൻസർ ഇല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താ ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ എക്സാക്ട് സീറോ വാല്യൂ. ഓക്കെ, ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ടെമ്പറേച്ചറിൽ എന്തല്ല, ഈ സീറോന്റെ മീനിങ് എന്താ? ഇല്ല എന്നുള്ള മീനിങ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ല എന്നാണോ? അല്ല, സീറോ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചറാ സീറോ എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ലിസൺ, അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ലാത്ത അവസ്ഥയാണ്. ടെമ്പറേച്ചർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്, അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷന് ഇതിൽ തന്നിട്ടില്ല. ഇത് അബ്സല്യൂട്ട് സീറോ അല്ല, ഇത് അബ്സല്യൂട്ട് സീറോ അല്ല, ഇത് അബ്സല്യൂട്ട് സീറോ ആണോ? അല്ല, ഇതും അബ്സല്യൂട്ട് സീറോ അല്ല. അപ്പൊ അബ്സല്യൂട്ട് സീറോ ഈസ് ഏതാ മക്കളെ? 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അബ്സല്യൂട്ട് സീറോയിൽ, അബ്സല്യൂട്ട് സീറോ എന്ന ടെമ്പറേച്ചറിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇടാ. ഓക്കെ, അബ്സല്യൂട്ട് സീറോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ടെമ്പറേച്ചറിലുള്ള ഒരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസ് ഇപ്പൊ ഒരു ഗ്യാസ് എടുത്ത് വിചാരിച്ചു, ഈ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ മോളിക്യൂൾസിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല, വാൾസ് ഓഫ് കണ്ടെയ്നറിൽ പോയി കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യില്ല, മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ ഇല്ല എന്ന് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അതാണ് നമ്മുടെ സി ആൻസർ കേട്ടോ, മറന്നു പോവരുതേ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 കെൽവിൻ ആണ്, 0 കെൽവിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് when 0.15 kg of ice at 0 degree Celsius is mixed with, okay, അപ്പോൾ when 0.15 kg of ice at 0 degree Celsius is mixed with, ഇത് മിക്സ് ചെയ്യാൻ പോവാണ് ആരുമായിട്ട്? 0.3 kg, എത്ര? 0.3 kilogram of water at 50 degree Celsius. ഇത് വാട്ടർ ആണ്. In a container, the resulting temperature is 6.7. So ഇവരുടെ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 6.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. സോ ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗിവൺ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് 4186. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇയാൾ ഹൈ ടെമ്പറേച്ചറിലാണ്, ഇയാൾ ലോ ടെമ്പറേച്ചറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് പോകും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് പോകും. നൗ ഇയാൾക്ക് എന്താ സംഭവിച്ചത്? ഇയാൾക്ക് സംഭവിച്ചത് ഇയാൾ 50 എന്ന ടെമ്പറേച്ചർ 6.7 എന്ന ടെമ്പറേച്ചറിലേക്ക് കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിന്ന് കുറെ ഹീറ്റ് പോയി ഉണ്ടാവും. ആ ഹീറ്റ് ഒക്കെ ആർക്ക് കിട്ടും? ഇയാൾക്ക് കിട്ടും. ആ ഹീറ്റ് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യണം? 0 ഡിഗ്രി ഉള്ള ഐസിൽ നിന്ന് 6.7 ഡിഗ്രി ഉള്ള വെള്ളമായിട്ട് മാറണം. അതാണ് ഇവിടുത്തെ കൺവേർഷൻ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ എന്താ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഇയാൾ എത്ര ഹീറ്റ് വിട്ടുകൊടുത്തു നോക്കാം. ഇയാൾ വിട്ടുകൊടുക്കുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ MS ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ. എം എന്താ? ഇയാളെ മാസ്. എസ് എന്താ? ഇയാളെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ടി ഡെൽറ്റ ടി എന്താ? ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇത്രയും ഹീറ്റ് ആണ് ഇയാൾ ആർക്ക് വിട്ടുകൊടുത്ത്? ഇയാൾക്ക് വിട്ടുകൊടുത്ത്. അപ്പൊ അത്രയും ഹീറ്റ് ഇവന് കിട്ടി. ഇവൻ ആ ഹീറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യണം? ആദ്യം ഐസിൽ നിന്ന് വാട്ടർ ആയിട്ട് മാറണം. പിന്നെ ഓന് വാട്ടർ ആയിപ്പോ ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടിയായിട്ട് എവിടേക്ക് എത്തിക്കണം? 6.7ലേക്ക് എത്തിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവൻ യൂട്ടിലൈസ് ചെയ്ത് എന്തിനൊക്കെ അറിയാം മക്കളെ? ശ്രദ്ധിക്കും. ഇവന്റെ മാസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, M1. ഇവന്റെ മാസ് M1, ഇവന്റെ മാസ് എന്താ? M2 എന്നും കൊടുത്തു. ഓക്കെ, സോ M1 × S ഡെൽറ്റ ടി എന്ന് കൊടുത്തു. ഇനി മക്കളെ ശ്രദ്ധിക്ക്, ഇനി ഇവന്റെ കാര്യം. ഇവന്റെ മാസ് M2 ആണ്. ഇവൻ ആദ്യം നമുക്ക് വെള്ളാക്കണം. അവന് വെള്ളാക്കാൻ ആവശ്യമായ ഹീറ്റ് M2 × LF ആണ്. പ്ലസ് ഇപ്പോന് വെള്ളായി. ഇനി ആ വെള്ളത്തിലുള്ള 0 അല്ല, ആ 0 ഉള്ള വെള്ളത്തിന് വേഗം 6.7ലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് എത്ര ഹീറ്റ് വേണം? അതിനാവശ്യമായ ഹീറ്റാണ്
m2 into specific heat capacity into delta T2 എന്ന് കൊടുത്തോ, delta T1 എന്ന് കൊടുത്തോ. ഇവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് ആ ഡെൽറ്റ T1, ഈ ടെമ്പറേച്ചർ ചേഞ്ച് ആ ഡെൽറ്റ T2 കൊടുത്തു. അപ്പൊ ഇത് വെള്ളം സപ്ലൈ ചെയ്ത ഹീറ്റ് ആണ്. ഇതെന്താ, ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അവൻ ചെയ്ത കാര്യങ്ങളാണ്. ആദ്യം മീൻസ് 0 ഡിഗ്രി ഉള്ള ഐസിനെ 0 ഡിഗ്രി ഉള്ള വെള്ളമാക്കണം, അതിന് വേണ്ട ഹീറ്റ് അത്. പിന്നെ 0 ഡിഗ്രി ഉള്ള വെള്ളത്തിനെ 6.7 ഡിഗ്രി ഉള്ള വെള്ളമാക്കി മാറ്റാനുള്ള ഹീറ്റ് അത്. ഓക്കെ, സോ അവിടുന്ന് ലിസൺ, m1 വാല്യൂ എത്ര മക്കളെ? m1 വാല്യൂ 0.3 ആണ് ഇൻറ്റു ഇവന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 ഇൻറ്റു ഈ ടെമ്പറേച്ചർ ചേഞ്ച് 50 minus 6.7 is equal to, next what is m2? m2 പറഞ്ഞ ഇവന്റെ മാസ് ആണ്, അത് എത്രയാണ്? 0.15 ആണ് ഇൻറ്റു ഇവന്റെ LF വാല്യൂ അത് അറിയില്ല, അതാ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പ്ലസ്. ഇനി അടുത്ത എന്താ? m2 ഇൻറ്റു s ഡെൽറ്റ T2. m2 എന്താ? അവന്റെ മാസ് 0.15 ഇൻറ്റു അവന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വെള്ളല്ലേ, സോ 4186 ആണ് ഇൻറ്റു ഇനി എന്തും കൂടി ഉണ്ട് ഡെൽറ്റ ടി. എത്ര? 0 6.7 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് 6.7 എന്ന് കൊടുത്താൽ മതി. 6.7 മൈനസ് 0 എന്നുണ്ടാവും. ഓക്കെ ഫൈൻ. നൗ ഈ ഒരു വാല്യൂ ചെയ്ത് നോക്കുക, ഇതും ചെയ്ത് കണ്ടെത്തുക വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വാല്യൂ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ആരെ ഫൈൻഡ് ചെയ്യുക? LFനെ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ആൻസർ ആയി. ദാറ്റ്സ് ഇറ്റ്. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്യും. ഈ ചെയ്ത കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ, യെസ് ഓർ നോ. യെസ്, ഈ ചെയ്ത കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദിസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചർ. ഈ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചർ. രണ്ട് സാധനം മിക്സ് ചെയ്യുമ്പോൾ ചൂട് കൂടിയ ആളെടുത്ത് നിന്ന്, ചൂട് തന്നെ ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ടെമ്പറേച്ചർ കൂടിയ ആളെടുത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ആളെടുത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, യെസ്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തുണ്ടാക്കിയത്. വളരെ സിമ്പിൾ ആയിട്ട് ഇത് വരച്ചു വെക്കുക, അതിലേക്ക് ഉണ്ടാക്കുക. റൈറ്റ്? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 9 കംപ്ലീറ്റ് ആയി. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വേഗം ശ്രദ്ധിക്കുക. ലിസൺ, ചേഞ്ച് ടെമ്പറേച്ചർ. ഓക്കെ, വേണ്ട. അടുത്ത് ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മക്കളെ ശ്രദ്ധിക്കുക, ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നെക്സ്റ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പിന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത് രണ്ടും ഡിഫൈൻ ചെയ്യാം, 3 ഡിഫൈൻ ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു, ഇത് പറഞ്ഞില്ല അല്ലേ, സ്പെസിഫിക് പറഞ്ഞില്ല. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു increase the temperature of a 1 kilogram of substance by 1 degree Celsius. അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ആണെന്ത്? ആ സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ 1 kilogram of a substance by 1 degree Celsius. Clear? Yes. Now എന്താ മക്കളെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? എന്താ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന് പകരം 1 മോൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഓക്കെ റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole of substance by 1 degree Celsius at constant pressure എന്നും കൂടി കൊടുത്താൽ മോളാർ സ്പെസിഫിക് at constant pressure എന്നായി. Now what is molar specific heat at constant volume? It is the amount of heat energy required to rise the temperature of 1 mole of substance by 1 degree Celsius at constant volume എന്ന് പറഞ്ഞാൽ എന്തായി? molar specific capacity at constant volume ആയി. Okay, so a question നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Now give the reason for using water as a coolant in automobile radiator. നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റ ആൻസർ എന്താ? വാട്ടർ ഹാസ് മാക്സിമം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതതിന്റെ കാരണം. അത് പഠിച്ചു വെക്കുക, അത് എക്സാമിൽ ചോദിച്ചാൽ നേരെ ചാമ്പ് കേട്ടോ. നെക്സ്റ്റ്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വോളിയം? ഒരു സംശയം വേണ്ട,
4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് എന്ത് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. സെറ്റാണോ? വേഗം പറഞ്ഞേ എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ ഇതോടകം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ്. യെസ് യെസ് യെസ്. തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവാണ്. തെർമോഡൈനാമിക്സ്. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നോക്ക് എന്താ നോക്കാം. ദ PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഗിവൺ ബിലോ. ഈ ഒരു കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. കാർനോട്ട് എഞ്ചിൻ ഈ ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. നൗ വിച്ച് ആർ ദ 4 thermodynamical process represented in the above PV diagram? പഠിച്ചു വെക്ക് മക്കളെ. ഇവിടെ നോക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ. Isothermal expansion. Now this is adiabatic expansion. Adiabatic expansion. Now CD e line. This is isothermal compression. Isothermal compression. Now this one is adiabatic compression. Adiabatic കംപ്രഷൻ. ഓക്കെ അല്ലേ? 4 പ്രോസസ്സും എന്താ ഏതാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ ആണ് 1 - T2/T1. ഓക്കെ. ഈ ഇക്വേഷൻ എഴുതാം. അല്ലെങ്കിൽ 1 - Q2/Q1. ഓക്കെ. സോ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. 2 മാർക്കാണ്. ഇതിൽ 4ഉം എഴുതുന്നതിന് 2 മാർക്ക് കിട്ടും. പിന്നെ ഇത് എഴുതുന്നതിന് എന്താണ് 1 മാർക്കും കിട്ടും. സോ വി ഗോട്ട് 3 മാർക്സ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. മക്കളെ ശ്രദ്ധിക്കാം. ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചത്. അത് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചത്. ഒരു 2 മുതൽ 3 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ചെയ്യാൻ പോവാണേ. ശ്രദ്ധിക്കും. വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ മക്കളെ ഇന്റഗ്രൽ V1 to V2 PdV. ഇതാണ് വർക്ക് ഡണ്ടെ ഇക്വേഷൻ. PdV പറഞ്ഞാൽ എന്താ? P എന്ന ഒരു ക്വസ്റ്റ്യൻ വിട്ടല്ല. P എന്ന പ്രഷറിൽ dV വോളിയം കൂട്ടുമ്പോൾ അവിടെ നടക്കുന്ന വർക്കാണ് PdV. അപ്പോൾ ഒരു സ്മോൾ വർക്ക് ഡൺ ആണ് PdV. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുക, വലുതാക്കുക. എവിടെ നേടം വരെ? V1 വോളിയം മുതൽ V2 വോളിയം വരെ ആകുന്ന വരെ ആ വർക്കിന് എന്ത് ചെയ്യുക? വലുതാക്കുക. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ. നൗ ലിസൺ. അപ്പം ടോട്ടൽ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശ്രദ്ധിക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് PV is equal to nRT എന്ന ഈ ഇക്വേഷനിൽ T എന്താ? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്നും ആറും എന്തായാലും കോൺസ്റ്റൻസാ. അപ്പോൾ ടിയും കോൺസ്റ്റൻസ്. അപ്പോൾ PV is equal to കോൺസ്റ്റന്റ് ആണല്ലോ പറയാൻ പറ്റും. ഇവിടുന്ന് ഞാൻ V is equal to nRT/P എന്ന് എഴുതും. കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. പീക്ക് ഇക്വേഷൻ P is equal to V അല്ല, P is equal to nRT/V എന്ന് എഴുതി. എന്നിട്ട് ഈ പീക്ക് ഞാൻ ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ വരിക മക്കളെ? nRT/V into dV വരും. എന്നും ആറും ടിയും ഒക്കെ കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുത്താൽ nRT ഇന്റഗ്രൽ V1 to V2 1/V dV വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇന്റഗ്രൽ 1/V dV? ലോഗ് V ആണ്. സോ nRT into log പറഞ്ഞാൽ ബേസ് E ആണ് കേട്ടോ. ബേസ് E ആയിട്ടുള്ള ലോഗ് ആണ്. ലോഗ് V എന്ന് വരികയും ലിമിറ്റ്സ് ഫ്രം V1 to V2 വരികയും ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു nRT log V2 മൈനസ് log V2 മൈനസ് log എന്ത് വരും? V1 എന്ന് വരും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്ലൈ ചെയ്യൽ ഈ വീക്ക് ആദ്യം V2 കൊടുക്കുക. അപ്പോൾ എന്താ? log V2. പിന്നെ മൈനസ് ഇടുക. പിന്നെ ഈ വീക്ക് V1 കൊടുക്കുക. അപ്പോൾ എന്താ? log V1 എന്ന് വരും. സോ ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി എഴുതുമ്പോൾ nRT log മക്കളെ V2/V1 എന്ന് വരും.
ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താ ലോഗ് എ ബൈ ബി ആണ്. സോ ആ ഫോർമാറ്റിൽ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു NRT വന്നു. ഇനി ഈ ലോഗ് ബേസ് ഇ ആണ്, അതിനെ ബേസ് 10ലേക്ക് മാറ്റുമ്പോൾ മക്കളെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ 2.303 NRT ലോഗ് LOG ബേസ് 10 ആണ് ഇൻറ്റു എന്ത് വരും V2 by V1 എന്ന് വരും. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ എന്താണ് 2.303 NRT log V2 by V1 എന്ന് വരും. ഹിയർ ലോഗ് ഈസ് ബേസ് 10. നൗ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ P1 V1 is equal to P2 V2 കാരണം ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമലിൽ P ഒരു കോൺസ്റ്റന്റ്, അപ്പൊ P1 V1 എന്താ P2 V2 ഈക്വൽ. സോ ഫ്രം ഹിയർ what is V2 by V1 എടാ P1 by P2 is equal to എന്ത് എഴുതാം V2 by V1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എങ്ങനെ W is equal to 2.303 NRT log P1 by P2 എന്നും നമുക്ക് എഴുതാം. സോ വി ഗോട്ട് ടു എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 to 3 മാർക്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്? മക്കളെ എന്താ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് എന്താണ് 0. വോളിയം മാറുന്നില്ല. വോളിയം മാറില്ലെങ്കിൽ എങ്ങനെ വർക്ക് ഉണ്ടാവുക ഇല്ല. വർക്കിന്റെ ഇക്വേഷൻ എന്താ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു P ഇൻറ്റു ഡെൽറ്റ വി ആണ്. അപ്പൊ P ഇൻറ്റു ഡെൽറ്റ വി എന്താവും 0 ആവും. സോ വർക്ക് ഡൺ എന്താവണം 0 ആവും. സോ 0 ആണെന്ത് വർക്ക് ഡൺ. അപ്പൊ ഐസോകോറിക് പ്രോസസ്സിൽ എന്തില്ല വർക്ക് ഡൺ ഇല്ല. ഓർത്ത് വെക്കുക കേട്ടോ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ലിസൺ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതെന്താ സാധനം എന്താ. എപ്പോഴും ഈ സാധനം കാണുമ്പോൾ അത് എഞ്ചിനാണോ റെഫ്രിജറേറ്റർ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വർക്ക് എങ്ങട്ടാ വരുന്നത് നോക്കുക. വർക്ക് സാധനത്തിന് പുറത്തേക്കാണ് വർക്ക് കാണിക്കുന്നതെങ്കിൽ പുറത്തേക്ക് വർക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ സാധനം എന്താ എഞ്ചിനാ. ഉള്ളിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിലോ അത് റെഫ്രിജറേറ്ററാ. മനസ്സിലാക്കുക. സോ ഇത് കണ്ടാണ് മനസ്സിലാക്കുക സാധനം എന്താ എഞ്ചിനാണ്, ഹീറ്റ് എഞ്ചിനാണ്. ആയിക്കോട്ടെ. Is this a heat engine or refrigerator? It is a heat engine, not a refrigerator. ഇത് നോക്കിയാൽ മനസ്സിലാക്കേണ്ടി കേട്ടോ. Okay, next. Write the 4 steps of operation in the Carnot cycle. Carnot cycle 4 steps of operation നിങ്ങൾ പറയണം. Carnot cycle പറയുമ്പോൾ ആദ്യം മക്കളെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇവിടെതാ ഇത് സോഴ്സ്, ലിസൺ, ഇത് സോഴ്സ് T1 ടെമ്പറേച്ചറിൽ, ഇത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. എന്താണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്? ഇതെന്താ മക്കളെ സിങ്ക് T2 ടെമ്പറേച്ചറിൽ. ഇവിടെ ആരെ കാണിക്കണടാ? ഇവിടെ ആരെ കാണിക്കണം? ഇവിടെ ഇങ്ങനെ ലൈക്ക് ദിസ്. ഇങ്ങനെ ആരെ കാണിക്കുക? ഇങ്ങനെ ആരെ കാണിക്കുക? പിസ്റ്റൺ സിലിണ്ടറിനെ കാണിക്കുക. ആദ്യം ഈ പിസ്റ്റൺ എടുത്ത് ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ്, ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ? അവിടെ നിങ്ങൾ എന്താ എഴുതുക? വെൻ ദിസ് എന്താ പറയാ piston cylinder system, when this system is placed on source, then heat will transfer from source to this system. Okay, then it will start to expand isothermally എന്ന് എഴുതിയാൽ മതി. That's it. അത് കഴിഞ്ഞു. പിന്നെ എന്താ? In order to complete the expansion process, we have to put this system on the insulating stand എന്ന് പറയാം. At that time there occurs adiabatic expansion. അപ്പോൾ അവിടെ എന്താ നടക്കുക? അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കും ഇയാളെ ഇവന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ. ഇനി അടുത്ത മൂന്നാമത്തെ പ്രോസസ്സിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? സി എന്ന പ്രോസസ്സിൽ പറയേണ്ടത് നൗ ഇയാൾ എന്ത് ചെയ്യുക? സിങ്കിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, നൗ പ്ലേസ് ദ സിസ്റ്റം ഓൺ സിങ്ക്. Then heat will flow from the system to sink. Okay, at that time there occurs isothermal compression. Okay അല്ലേ? Now okay പറയാം. പിന്നെ and last this place this in the system on the insulating stand in order to complete the compression process എന്ന് പറയാ. ആ പ്രോസസ്സ് എന്താ നടക്കുന്നത്? adiabatic
കംപ്രഷൻ. ഓക്കെ അല്ലേ? സോ അത് 4 എഴുതിയാൽ അതിനകത്ത് മാർക്കില്ല, 2 മാർക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഈ ഫിഗർ വരച്ചു വെക്കുക. സോ ഫസ്റ്റ് എന്താണ്? Place the system on source, then some amount of heat is enters into the system. At that time there occurs isothermal expansion. Now in order to complete the expansion process, we have to place the system on insulating stand. At that time its expansion process and the completes, there occurs adiabatic expansion. And next the place the system on sink, then some amount of heat energy will be transferred into the sink from the system. At that time there occurs in the isothermal compression process. In order to complete the compression process, we have to place the system on insulating stand. At that time there occurs adiabatic compression. അത്ര എഴുതിയാൽ മതി, പരിപാടി തീർന്നു കേട്ടോ. യെസ് അപ്പോൾ ജസ്റ്റ് അത് മെൻഷൻ ചെയ്യാൻ മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളൂ, അത് മാത്രം പറഞ്ഞാൽ മതി. 2 മാർക്ക്. നെക്സ്റ്റ് കാർനോട്ട് സൈക്കിൾ. എടാ മക്കളെ ശ്രദ്ധിക്കുക, കാർനോട്ട് സൈക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർനോട്ട് സൈക്കിൾ തന്നിട്ടുണ്ട്. എന്താ? നെയിം ദ 4 പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ കാർനോട്ട് സൈക്കിൾ. ഇനി അത് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, ക്യാൻ എ കാർനോട്ട് എഞ്ചിൻ വർക്ക് ഇഫ് ഇറ്റ് സിങ്ക് ആൻഡ് സോഴ്സ് ആർ ഇന്റർചേഞ്ച്ഡ്? മക്കളെ, സിങ്കും സോഴ്സും ഇന്റർചേഞ്ച് ചെയ്താൽ ഈ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. നോ. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്തുകൊണ്ടാ ചോദിച്ചാൽ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്താൽ അവിടെ ഫസ്റ്റ് നടക്കില്ല. ഏത് പ്രോസസ് നടക്കില്ല? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന പ്രോസസ് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ നടക്കില്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് പ്രോസസ് ഷുഡ് ബി എന്താ? സ്റ്റാർട്ടിംഗ് പ്രോസസ് ഷുഡ് ബി ഐസോതെർമൽ പ്രോസസ്. That will not occurs when the sink and source are interchanged. അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ വി ആർ കംപ്ലീറ്റഡ് ദ 4th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്താ? ഡിറൈവ് ദ റിലേഷൻ CP - CV = R. ദാറ്റ് ഈസ് നോൺ ആസ് മേയേഴ്സ് റിലേഷൻ. ഓക്കെ, അറിയാം, നമുക്ക് സിമ്പിൾ ആണ്, പഠിച്ചു വെക്കേണ്ട ഒരു ഡെറിവേഷൻ ആണ്. ഇതിനെ വിളിക്കുന്നത് എന്താ? മേയേഴ്സ് റിലേഷൻ. സോ മക്കളെ ശ്രദ്ധിക്കടാ, വാട്ട് ഈസ് CV എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q ബൈ N ഡെൽറ്റ T. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ഡെൽറ്റ Q? ഡെൽറ്റ Q ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ് ശരിക്കും ഇക്വേഷൻ. ഐസോകോറിക് ആണെങ്കിൽ ഈ ടേം എന്താവും? 0 ആകുമ്പോൾ ഡെൽറ്റ Q ബിക്കംസ് ഡെൽറ്റ U എന്നാകും. സോ ഡെൽറ്റ Qന് ഞാൻ ഡെൽറ്റ U എന്ന് കൊടുക്കും ബൈ Nന്റെ വാല്യൂ. ഇത് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആണ്, അതുകൊണ്ട് Nന്റെ വാല്യൂ നമുക്ക് 1 ആക്കി എടുക്കാം. ഓക്കെ, സോ N 1 ആകുമ്പോൾ ഡെൽറ്റ U ബൈ എന്ത് വരും? ഡെൽറ്റ T എന്ന് വരും. എന്തിന്? CV വാല്യൂ. ശരിക്കും ഓർത്ത് വെക്കുക, ഡെൽറ്റ Q ബൈ N ഡെൽറ്റ T ആണ്. ഇവിടെ N 1 ആയതുകൊണ്ട് 1 മോളാർ എടുക്കുന്നത് നമ്മൾ. ഓക്കെ, സോ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോളുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ N എത്ര? 1 ആണ്. അപ്പോൾ ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ആണ് വരിക. അപ്പോൾ ഡെൽറ്റ Qന്റെ വാല്യൂ ഡെൽറ്റ U ആയി മാറും ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് കൊടുക്കുമ്പോൾ ഡെൽറ്റ U ബൈ ഡെൽറ്റ T ആണ് എന്ത്? CV എന്ന് പറഞ്ഞാൽ. ഇനി CP എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡെൽറ്റ Q ബൈ N 1 ആയതുകൊണ്ട് ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഡെൽറ്റ Q എന്താ വരിക? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്ന് വരിക. അപ്പോൾ എന്താ വരിക? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്ന് വരും ബൈ ഡെൽറ്റ T വരും. ഇത് സ്പ്ലിറ്റ് ആക്കി എഴുതുമ്പോൾ ഡെൽറ്റ U ബൈ ഡെൽറ്റ T പ്ലസ് P ഡെൽറ്റ V ബൈ ഡെൽറ്റ T എന്ന് വരികയും now from here CP is equal to delta U by delta T എന്താ? അത് CV ആണ്. so CV okay plus P delta V by delta T PV is equal to nRT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആയതുകൊണ്ട് n എന്താ? 1. സോ n 1 ആയി. സോ നമുക്ക് ഇവിടെ ആരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ലിസൺ, ഇവിടെ P ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐസോബാറിക് പ്രോസസ്സ് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് P ഡെൽറ്റ V is equal to നമുക്ക് എന്ത് എഴുതാം? P delta V is equal to R delta T എന്ന് എഴുതി കൂടെ? ഏത് പ്രോസസ്സിലാ? ഐസോബാറിക്. സോറി, ഇവിടെ ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് ഐസോബാറിക് പ്രോസസ്സിൽ ആര് മാറരുത്? P മാറാൻ പാടില്ല, ബാക്കിയൊക്കെ ചേഞ്ച് ആവാം. ഇവിടെ Pക്ക് ഡെൽറ്റ P ഞാൻ കൊടുത്തില്ല, കാരണം P ചേഞ്ച് ചെയ്യുന്നില്ല, P കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? P ഡെൽറ്റ V is equal to R delta T എന്ന് എഴുതാം. അപ്പൊ ഈ വാല്യൂ ഞാൻ കൊടുക്കാൻ പോവാണ്. എന്ത്? P ഡെൽറ്റ Vക്ക് R delta T കൊടുത്താൽ
R delta T by delta T cut. So answer is Cp is equal to Cv plus R. Cp minus Cv is equal to R. We got the relation. Okay. So our relation like I hope you all got this. Ready? Yes. Next question. Schematic diagram of heat engine is shown below. The heat engine because work done porteka. Modify the given diagram for a refrigerator. So listen. Now, this is modify refrigerator. So listen. This is refrigerator. Now work done ullekaka. Ini aduthathu listen idana sambhavam. This is hot reservoir. Okay. Temperature is T1 and this is cold reservoir. CR nu kodukka. Cold reservoir. So this is temperature at T2. Now listen, ivarne sambhavikkandathu cold reservoir nu aaredukka heat edukka etra Q2 amount heat edutittu hot reservoir like etra heat ne supply cheya Q1 heat ne supply cheya. Appo idana sherikum refrigerator heat engine aanu adinte corresponding endu njan kaanichu refrigerator ne kaanichu. So I modify cheyidu refrigerator aaki maati. Right? Okay. Now write the equation for the coefficient of performance of a refrigerator. COP of refrigerator equation മാത്രം എഴുതിയാൽ മതി. So efficiency of refrigerator eta is equal to എടാ Q2 by Q1 minus Q2 equation പഠിച്ചു വെക്കണം. Q2 by Q1 minus Q2 ആണ് റെഫ്രിജറേറ്ററിന്റെ എന്ത് ഇക്വേഷൻ. റൈറ്റ്? ഓക്കെ. T2 by T1 minus T2 എന്ന് എഴുതരുത്. അത് നമുക്ക് എന്താ പറയാ ചില സാഹചര്യങ്ങളിൽ മാത്രം ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. എപ്പോഴും എഫിഷ്യൻസി ഇക്വേഷൻ Q വെച്ചാണ് എഴുതേണ്ടത് കേട്ടോ, കാർനോട്ട് എഞ്ചിൻ അല്ലാത്ത കേസിൽ. ഓക്കെ. നെക്സ്റ്റ് ബി പറഞ്ഞു. You see, in the given diagram, T1 is 900 Kelvin, T2 is 300 Kelvin, Q1 is 6400 joule per cycle. Calculate the value of Q2. നിങ്ങൾ എന്ത് വാല്യൂ കാണണം? Q2 ന്റെ വാല്യൂ കാണണം. അപ്പം മക്കളെ നമ്മൾ എങ്ങനെയാണ് Q2 ന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യാം? എടാ എഫിഷ്യൻസി, ഇത് എഫിഷ്യൻസി അല്ല, സോറി, ഇത് എഫിഷ്യൻസി എന്ന് എഴുതരുത്. ശരിക്കും എന്താണ്? COP ആണ്. COP എന്ന് എഴുതാം കേട്ടോ, എഫിഷ്യൻസി എഴുതരുത്, COP. ഓക്കെ, COP ആണ്. നൗ ലിസൺ, എങ്ങനെയാണ് നമ്മൾ Q2 ന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യാം? ഓക്കെ, സോ അത് ഫൈൻഡ് ചെയ്യൽ ഇങ്ങനെ. എടാ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു T2 by T1 minus T2 എന്ന് കൊടുക്കാം. ബിക്കോസ് ഇവിടെ ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും ഇവിടെ നമുക്കില്ല. ഓക്കെ, വേറെ പ്രശ്നമുണ്ട്. സോറി. ഇൻ ദ ഗിവൻ ഡയഗ്രാം T1 T2 Q1 തന്നിട്ടുണ്ട്, Q2 ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ ഇൻ ദ ഗിവൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രാം അല്ല കേട്ടോ, സോറി, ഇത് റെഫ്രിജറേറ്റർ ആണ്, ഇതിലേക്കല്ല പോണ്ടേ. നമുക്ക് ഏതാ ചോദിച്ചത്? നമുക്ക് ചോദിച്ചത് ഇതാണ്, ഈ ഡയഗ്രാം. ഇത് എഞ്ചിനാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഏതെടുക്കണ്ടേ? ഇതല്ല എടുക്കണ്ടേ, സോറി. അത് എഞ്ചിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ എടുക്കുക. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1 ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 by Q1 അല്ലേ? ഇവിടുന്ന് T2 by T1 ഉം Q2 by Q1 ഉം എന്താവണം? സെയിം ആവണം. ആ ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താം. എങ്ങനെ എത്താടാ? ഇവിടെ നോക്ക്, ഇവിടുന്ന് ലിസൺ, Q2 കാണ്ടി. സോ വാട്ട് ഈസ് Q2? Q2 by Q1 is equal to T2 by T1 ആണ്. Now Q2 is equal to നമുക്ക് എന്തെഴുതാം? Q2 is equal to എന്തെഴുതാം? T2 by T1 into Q1 എന്നെഴുതാം. is equal to എത്ര മക്കളെ? T2 ന്റെ വാല്യൂ 300 കെൽവിൻ, 300 ഡിവൈഡ് ബൈ T1 ന്റെ വാല്യൂ 900 into എത്രയാണ്? Q1 ന്റെ വാല്യൂ 6400 ചെയ്യുമ്പോൾ മക്കളെ നോക്ക്, ഇത് കട്ട് ആൻസർ ഈസ് കട്ട് 3. സോ 1/3 into 6400 ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് എത്രയാണോ അത്രയും ജൂൾസ് ആണ് എന്ത് വരിക നമ്മളുടെ Q2 വാല്യൂ വരിക. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? വേ കമന്റ് ചെയ്യടാ. ഓക്കെ ആണെങ്കിൽ വേ കമന്റ് ചെയ്യും. യെസ്, വേ കമന്റ് ചെയ്യും. ഓക്കെ ആണോ? സെറ്റ് ആണോ? റെഡി? യെസ്, ഓക്കെ ആണ്. ഫൈൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്ക്. ഇനി എന്തുണ്ടല്ലേ കഴിഞ്ഞില്ലേ? എയും ബിയും സിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ എഞ്ചിൻ. ഓർക്കണേ,
ഇവിടെ നമ്മൾ റെഫ്രിജറേറ്ററിന്റെ COP ഒക്കെ ചോദിച്ചതുകൊണ്ട് റെഫ്രിജറേറ്ററിന്റെ അല്ല ചോദിച്ച് ഇൻ ദ ഗിവൻ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തന്ന ഡയഗ്രാണ്. അപ്പൊ എഞ്ചിനാണ്, എഞ്ചിന്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി കേട്ടോ, മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ. എന്താ മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഒരു സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഒന്ന് ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനും, രണ്ട് അവിടെ വർക്ക് ചെയ്യാനും. ക്ലിയർ? അപ്പൊ എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ. അപ്പൊ ഡെഫിനിഷൻ പറയും വേണം, ഇക്വേഷൻ എഴുതുകയും വേണം. എന്താണ്? the heat, the amount of heat supplied to a system is equal to എന്താണ്? The sum of change in internal energy and pressure volume work done എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. That is first law of thermodynamics. സെറ്റ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ശ്രദ്ധിക്കുക. Listen. The basic features of a device are schematically represented in the given below. Okay. ഇതിൽ ഫിഗറിൽ ഒരു സംഭവം തന്നിട്ടുണ്ട്. കണ്ട തന്നെ മനസ്സിലായി സാധനം എഞ്ചിനാണ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് ദിസ്? മക്കളെ എന്താ ആൻഡ് ആൻസർ എന്താണ്? ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ. ബി, ഡ്രോ ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോർ പ്രോസസ് ഇൻ ദ കാർനോട്ട് സൈക്കിൾ. അതിന്റെ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഇതാണ് വരക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഓരോന്നും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഓരോന്നും മാർക്ക് ചെയ്യാം. റൈറ്റ്? ഓക്കെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ലിസൺ. നെക്സ്റ്റ്, എ സ്റ്റീം എഞ്ചിൻ. അടുത്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഓക്കെ, ബിയും സിമ്പിൾ ആണ്. സോ സി, എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ്. എ സ്റ്റീം എഞ്ചിൻ എന്താ? ഡെലിവേഴ്സ്. ഓക്കെ, ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ട്, ഡെലിവർ ചെയ്യുന്നു എത്ര? 5.4 into 10⁸ joule of work per minute. Okay, joule per minute a work deliver ചെയ്യുന്നു. Okay, now and services 3.6 into 10⁹ joule of heat per minute from its boiler. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബോയിലറിന് അത്രയും ഹീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നുണ്ട്. ഹീറ്റ് എഞ്ചിൻ വലിച്ചെടുക്കുന്ന ഹീറ്റിന്റെ അളവ് Q1 ആണ്. ദാറ്റ് ഈസ് 3.6 into 10⁹ ജൂൾ പെർ മിനിറ്റ് ആണ് അത് വലിച്ചെടുക്കുന്ന ഹീറ്റിന്റെ അളവ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദി എഞ്ചിൻ? ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ് പെർ മിനിറ്റ്? അപ്പൊ എത്ര ഹീറ്റ് ആണ് ഒരു മിനിറ്റിൽ വേസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ Q2 ആണ് ഹീറ്റ് വേസ്റ്റ് ചെയ്യുന്ന അളവ്. അപ്പൊ ആദ്യം നമുക്ക് എഫിഷ്യൻസി കാണണം. എന്താ എഫിഷ്യൻസി? എഫിഷ്യൻസിക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, W/Q1 ഉണ്ട്. അല്ലെങ്കിൽ പിന്നെയുള്ളത് എന്താ? Q1 minus Q2 by Q1 എന്ന റിലേഷൻ. ദാറ്റ് ഈസ് 1 minus Q2 by Q1 ഉണ്ട്. രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഏതാ? W/Q1 ആ ബെസ്റ്റ്. അപ്പൊ എന്താ മക്കളെ? W എന്ന് പറഞ്ഞാൽ 5.4 10⁸ ആണ്. Q1 എന്ന് പറഞ്ഞാൽ എന്താ? 3.6 into 10⁹ ആണ്. ഇത് സോൾവ് ചെയ്യുക. എത്രയാണോ അത്രയും അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ പെർസെൻറ്റേജിലേക്ക് മാറുകയും ചെയ്യും. ഇൻറ്റു 100 ചെയ്താൽ എന്തായി മാറി? പെർസെൻറ്റേജ് മാറി. ഇത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താ? Q2 കാണണം. Q2 എങ്ങനെ കാണാം? എടാ, Q1 എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്ത ഹീറ്റാ, എഞ്ചിൻ വലിച്ചെടുത്ത ഹീറ്റാ Q1. അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഒന്ന് വർക്ക് ചെയ്യാനും പിന്നെ ബാക്കി പുറത്ത് കളയാനും അല്ലേ? സോ പുറത്ത് കളയുന്ന ഹീറ്റ് Q2 ആണ്. സോ വാട്ട് ഈസ് Q2? Q2 is equal to Q1 minus W ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? Q1 നിന്ന് W എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ കൃത്യമായി കിട്ടും. റൈറ്റ്? ഓക്കെ, നേരെ കൊടുക്കറ. Q1 എന്താ? 3.6 into 10⁹. W 5.4 into 10⁸. That becomes 36 into 10⁸ എന്ന് എഴുതാം മൈനസ് 5.4 into 10⁸ എന്ന് എഴുതാം. സോ 36 minus 5.4 into എന്ത്? 36 minus 5.4 into 10⁸ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, പുറത്തേക്ക് കളയുന്ന ഹീറ്റിന്റെ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇൻറ്റു 10⁸ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ സി ക്വസ്റ്റ്യന്റെ ആൻസറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹീറ്റ് എഞ്ചിൻ ആണ്, അതുമായി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് ആണോ? വേഗം പറഞ്ഞേ. യെസ് ഓർ നോ? കമോൺ. പറ.
വേം പറ. ഇത് പെർഫെക്റ്റ്ലി ഓക്കെ ആണോ എല്ലാവർക്കും? യെസ്. അപ്പോൾ തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്, ഐസോതെർമൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ പഠിച്ചു വെക്കുക. സെക്കൻഡ് ലോയിൽ കാൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് കാർനോട്ട് എഞ്ചിൻ, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും അതിൻ്റെ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് എന്താവില്ല, മിസ്സാവില്ല. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ചാപ്റ്ററിലേക്ക് നീങ്ങിയാലോ? യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്തേ. സെറ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? Yes. Next chapter is kinetic theory of gas. അല്ല മക്കളെ, ഇതൊരു ക്വസ്റ്റ്യന് ഡെറിവേഷൻ ആണ്. നോക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡെറിവേഷൻ ആണ്. എന്താ ചോദിച്ചത് നോക്കിക്കേ. എന്താ ചോദിച്ചത്? 3 മാർക്കിന് ഡിറൈവ് an expression for pressure exerted by an ideal gas on kinetic theory. ഇതാണ് ചോദിച്ചത്. മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിസൺ, ഇതൊരു വാളാണ്, ഒരു വാൾ. ഈ ഒരു വാളിലേക്ക് ഒരു മോളിക്യൂള് സ്മോൾ എം മാസ് ഉള്ള ഒരു മോളിക്യൂള് ഈ വാളിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് Vx സ്പീഡിൽ. ഓക്കെ, അങ്ങനെ ഇയാൾ വന്ന് ഇവരെ ഇടിച്ചു. ഈ മോളിക്യൂൾ വന്ന് ഇവരെ ഇടിച്ചിട്ട് അതേ വെലോസിറ്റിയിൽ മടങ്ങി പോകുന്നു, Vx വെലോസിറ്റിയിൽ മടങ്ങി പോകുന്നു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള മൊമെന്റം mvx, അങ്ങോട്ട് പോകുമ്പോഴുള്ള മൊമെന്റം mvx. സോ ഞാൻ പറയാണ്, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയെന്ന് ചോദിച്ചാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്നാണ് എഴുതേണ്ടത്. എന്താ ഫൈനൽ മൊമെന്റം? അങ്ങോട്ടേക്കുള്ള മൊമെന്റം. എന്താ ഇനീഷ്യൽ മൊമെന്റം? ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം. അപ്പോൾ ഫൈനൽ മൊമെന്റം mvx എന്താണ്? mvx ആണ് ഫൈനൽ മൊമെന്റം. മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്താ? മൈനസ് mvx ആ. എന്താണ്? മൈനസ് mvx. എന്തുകൊണ്ട്? ആ മൊമെന്റം ലെഫ്റ്റിലേക്കാണ് ഉണ്ടാവുക. സോ മൈനസ് mvx. സോ ദ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ ഈസ് 2mvx എന്നുണ്ടാവും, വേർ m is mass of one molecule. Okay, ready? Now, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ലിസൺ, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് present in the container. കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയെന്ന് ചോദിച്ചാൽ, മക്കളെ, ഒരു പുതിയ ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ് സ്മോൾ n എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ കാണുക ചോദിച്ചാൽ, സ്മോൾ n is equal to, ഇതൊരു കണ്ടെയ്നർ ആണ്, ഇത് കണ്ടെയ്നറിന്റെ ഒരു വാളാണ്. വാൾ ഒരു ലൈനായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും ഇത് വലിയ ഇങ്ങനത്തെ ഒരു വാളാണ്. ഒരു ലൈൻ സൈഡ് വ്യൂ ആയതുകൊണ്ട് ലൈനായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ് സ്മോൾ n എന്ന് പറഞ്ഞാൽ, ആ സ്മോൾ n എങ്ങനെ കാണുക വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അതിന്റെ എന്താ ടോട്ടൽ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അതിന്റെ വോളിയം. എങ്ങനെ കാണുക? അതിന്റെ വോളിയം കാണല് അതിന്റെ ഈ ഒരു വാളിന്റെ ഏരിയ ഇൻറ്റു നീളമാണ്. ഓക്കെ, സോ എന്താ വരിക? a ഇൻറ്റു ലെങ്ത് l എന്ന് എടുക്കാം വോളിയത്തിന്. എനിവേ, ഫ്രം ഹിയർ വാട്ട് ഈസ് ടോട്ടൽ n? ക്യാപിറ്റൽ N is equal to സ്മോൾ n ഇൻറ്റു a ഇൻറ്റു l എന്ന് വരും. അപ്പൊ ഞാൻ പറയാണ്, n ഇൻറ്റു a ഇൻറ്റു l ആണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, വേർ n സ്മോൾ n ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ്
colliding molecules. Colliding molecules. എത്ര മോളിക്യൂൾസ് ഉണ്ട് ഉള്ളത് കിട്ടി. എത്ര? 3 മോളിക്യൂൾസ് ഉണ്ട്. ഇനി എത്ര മോളിക്യൂൾസ് ആണ് ഈ വാളിൽ വന്ന് കൊളൈഡ് ചെയ്യുക ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ പകുതിയാണ് ഈ വാളിൽ വന്ന് ഇടിക്കുക. അതേസമയം മറ്റേ പകുതി അപ്പുറത്തെ വാളിൽ പോയി ഇടിക്കും. അപ്പോൾ കൊളൈഡ്, ഈ വാളിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം NaL, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഹാഫ്. ഇനി ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം, ടോട്ടൽ ചേഞ്ച് in momentum of change in momentum of colliding molecules ശ്രദ്ധിക്കുക, molecules is equal to ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഇതാണ്. ഇത്രയും മോളിക്യൂൾസ് വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പം ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഇതാണെങ്കിൽ ഇത്രയും മോളിക്യൂൾസിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എത്ര ഉണ്ടാവുക? NaL by 2 into 2mVx എന്നുണ്ടാകും. ഇത് രണ്ടും കട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി L പറഞ്ഞാൽ എന്താ? ഈ വാളിന്ന് മറ്റേ വാളിലേക്കുള്ള നീളമാണ് L. അപ്പോൾ L പറഞ്ഞ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയി കൺസിഡർ ചെയ്യാം മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾ നമുക്ക് എങ്ങനെ കാണാം? വെലോസിറ്റി ഓഫ് മോളിക്യൂൾ ഇൻറ്റു ടൈം എഴുതാം. അപ്പം ഞാൻ എഴുതാൻ പോവാണ് L-ന് പകരം NA ഇൻറ്റു L-ന് പകരം Vx ഇൻറ്റു ഡെൽറ്റ ടി എന്നെഴുതും. ആർക്ക് പകരം? L-ന് പകരം Vx ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. എന്താ? ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ലെങ്ത്. ഓക്കെ, നൗ N ഇൻറ്റു A ഇൻറ്റു Vx ഡെൽറ്റ ടി ഇൻറ്റു M ഇൻറ്റു Vx എന്ന് വരും. നൗ ലിസൺ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു N M ഓക്കെ A Vx സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണെന്ത്? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് കൊളൈഡിങ് മോളിക്യൂൾസ്. ഇനി അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മോളിക്യൂൾ. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് കൊളൈഡിങ് മോളിക്യൂൾസ്. കൊളൈഡിങ് മോളിക്യൂൾസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഞാൻ കാണാൻ പോവാണ്. അതെന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ മൊമെന്റ് ആയി. ഇനി റേറ്റ് ഓഫ് കാണണമെങ്കിൽ ബൈ ടൈം. അപ്പൊ എന്താ വരിക? NM Vx സ്ക്വയർ ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ ആര് കട്ട്? ഇത് കട്ട്. ഇതെന്താ സാധനം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സാധനം എന്താ അറിയോ? ഫോഴ്സ് ആണ്. അപ്പൊ ഈ സാധനം എന്താ? ശരിക്കും എന്താ? ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് കിട്ടി. കാണേണ്ടത് പ്രഷറാണ്. പ്രഷർ എങ്ങനെയാണ്? ഫോഴ്സ് ബൈ ഏരിയ. സോ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇതല്ലേ എന്ത്? NM Vx സ്ക്വയർ ഇൻറ്റു A ബൈ എന്തുണ്ടാവും? A ഉണ്ടാവും. സോ A ക്യാൻസൽ ഔട്ട്. സോ ബിക്കംസ് NM Vx സ്ക്വയർ. ഓക്കെ, പ്രഷർ കിട്ടി. പക്ഷെ കംപ്ലീറ്റ് ആയില്ല, ഇനിയുണ്ട്. P ഇസ് ഈക്വൽ ടു NM Vx സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു മോളിക്യൂള് ഇങ്ങനെ വന്ന്, അങ്ങനെ മോളിക്യൂൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വന്നോളമുണ്ടോ? ഇല്ല. മോളിക്യൂൾ എങ്ങനെയൊക്കെയോ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ ശരിക്കും കൺസിഡർ ചെയ്ത Vx എന്ന് പറഞ്ഞാൽ എങ്ങനെയോ മൂവ് ചെയ്ത മോളിക്യൂളിന്റെ എക്സ് കമ്പോണന്റ് ആണ്, വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റാണ്. അപ്പൊ ശരിക്കും മോളിക്യൂൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി VRMS ആണ്. അപ്പൊ VRMS എന്ന വെലോസിറ്റിയിൽ പോകുന്ന ആ മോളിക്യൂളിന്റെ എക്സ് കമ്പോണന്റ് ആണ് ഏത്? Vx. അതേമാതിരി Y കമ്പോണന്റും ഉണ്ടാകും, Z കമ്പോണന്റും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറയാൻ പോവാണ്, മക്കളെ ശ്രദ്ധിക്ക്. Vx എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ഓഫ് VRMS ആണ്. Vy എന്താ? Y കമ്പോണന്റ് ഓഫ് VRMS ആണ്. Vz Z കമ്പോണന്റ് ഓഫ് VRMS ആണ്. So we can write as VRMS will be equal to എന്താണ്? റൂട്ട് ഓഫ് Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ എന്നെഴുതാം. ബിക്കോസ് Vx, Vy, Vz are the rectangular components of VRMS. So what is VRMS square? VRMS square എന്ന് പറഞ്ഞാൽ Vx square plus Vy square plus Vz square ആണ്. ഇനി Vx ന്റെ വാല്യൂം Vy ന്റെ വാല്യൂം Vz ന്റെ വാല്യൂ നമുക്ക് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, അപ്രോക്സിമേഷൻ.
സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂന്നും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം മക്കളെ നോക്ക്, ഇത് മൂന്നും സെയിം ആയതുകൊണ്ട് VRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു VX സ്ക്വയർ പ്ലസ് VS സ്ക്വയർ പ്ലസ് VX സ്ക്വയർ എന്താ 3VX സ്ക്വയർ എന്ന് എഴുതാം. ഫ്രം ഹിയർ വാട്ട് ഈസ് VX സ്ക്വയർ, ദാറ്റ് ഈസ് VRMS സ്ക്വയർ ബൈ 3 എന്ന് വരും. സോ ഇവിടെ VX സ്ക്വയർ നമ്മൾ എന്ത് കൊടുക്കുക, VRMS സ്ക്വയർ ബൈ 3 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു N M VRMS സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 NM VRMS സ്ക്വയർ എന്ന് വരും. എന്ത് എക്സ്പ്രഷൻ ഫോർ പ്രഷർ. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ പ്രഷർ എന്താ 1/3 NM VRMS സ്ക്വയർ. ഇത്രയും കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മാർക്ക് ഫുള്ളായിട്ട് കിട്ടൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കുറേ എഴുതാനുണ്ട്, കുറച്ചധികം എഴുതാനുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് എന്ത് ഒരു ഐഡിയൽ ഗ്യാസ് അതിൻ്റെ കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, സോ ഇത് 2020 ചോദിച്ചതാണ്. 3 മാർക്ക് ഉണ്ട്, പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിലെ മെയിൻ ഡെറിവേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു. റെഡി, മെഹബൂബ ഹായ്, മെഹബൂബക്ക് ഹായ് വേണം പറഞ്ഞിട്ടുണ്ട്. ഹായ് 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 ഹായ്. ഓക്കെ, നൗ ലിസൺ, ശ്രദ്ധിക്കും മെഹബൂബ ആന ശ്രദ്ധിക്കട്ടോ. ഇതാ നമ്മൾ എക്സാമിനേഷന് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിക്കാം. നൗ ലിസൺ, നെക്സ്റ്റ് prove that the average kinetic energy of a molecule is proportional to the absolute temperature of the gas. എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, average kinetic energy is directly proportional to temperature of in Kelvin scale. Absolute temperature എന്താ, temperature in Kelvin scale ആണ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. P is equal to 1/3 NM VRMS സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലെ അവിടെ നമുക്ക് തുടങ്ങാം. നൗ ദാറ്റ് ഈസ് P is equal to 1/3 into ഓക്കെ N into ഇവിടെ ഞാൻ 2 into half M VRMS സ്ക്വയർ എന്ന് എഴുതാണ്. M VRMS സ്ക്വയർ എന്ന് എഴുതാണ്. ഓക്കെ, ഇങ്ങനെ ഇത് പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, ഈ 2 കട്ടായ പഴയ പോലെ തന്നെ ആയി. സോ മക്കളെ, ഈ ഹാഫ് MVRMS സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോളിക്യൂളിന്റെ എന്താണ് കൈനറ്റിക് എനർജിയാണ്. സോ P is equal to 1/3 N into 2 into കൈനറ്റിക് എനർജി എന്ന് എഴുതാം. നൗ ഈ N പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അത് നമുക്ക് എങ്ങനെ എഴുതാം, P is equal to 1/3 into N-നെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ ടോട്ടൽ വോളിയം എന്ന് എഴുതാം. ഇൻറ്റു 2 എന്തുണ്ട്, അല്ലെങ്കിൽ ഈ 2 നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ എഴുതാം 2, ഇവിടെ എഴുതാം 2/3 എഴുതാം. ഇൻറ്റു എന്താ കൈനറ്റിക് എനർജി. നൗ ഈ V ലെഫ്റ്റിലേക്ക് എടുത്താൽ എന്തായി, ആ V ലെഫ്റ്റിലേക്ക് എടുത്താൽ PV is equal to 2/3 N into KE എന്നായി. സോ കൈനറ്റിക് എനർജി എന്താ മക്കളെ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, അതിന് വേറൊരു കാര്യം എന്താണ്, PV പറഞ്ഞാൽ എന്താ, PV പറഞ്ഞാൽ NKBT ആണ്. PV is equal to 2/3 N into കൈനറ്റിക് എനർജി എഴുതാം. ഇവിടുന്ന് N-ഉം ക്യാൻസൽ ഔട്ട്. 3 ഇങ്ങോട്ടേക്ക് എടുത്താൽ 3 kBT is equal to 2 times kinetic energy. So from that, what is kinetic energy is equal to 3 kBT by 2, where 3, 2 and kB are constants. So we can write KBE, kinetic energy is directly proportional to temperature in Kelvin scale എന്ന് എഴുതാം. എല്ലാവർക്കും ഓക്കെ ആണോ, യെസ് ഓർ നോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് എഴുതി പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആക്കണം. ഇനി പ്രൂവ് പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ പ്രൂവ് ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ടത് ഇത് തന്നെയാണ്. ഇത് തന്നെ എഴുതുന്നുണ്ട്. ഓക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ഇത് തന്നെ നിങ്ങൾ എഴുതുന്നുണ്ട്, വേറൊന്നും അല്ല കേട്ടോ. റെഡി അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, നൗ ലിസൺ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? എന്താ മീൻ ഫ്രീ പാത്ത് മക്കളെ? ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിലെ മോളിക്യൂൾസ് പരസ്പരം എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ഓക്കെ, ദ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, നൗ ബിറ്റ്വീൻ 2 successive collision the molecule will travel some distance, that is known as free path, and the mean value of the free path is known as mean free path. അപ്പം 2 മോളിക്യൂൾ ഇടിച്ചു, ഇപ്പം ഇവർ ഇടിച്ചു എന്ത് ചെയ്യും, ഇപ്പം പോയി വേറെ ആൾ പോയി ഇടിക്കും.
അപ്പോൾ അടുത്തടുത്ത രണ്ട് ഇടികൾക്കിടയിൽ ഇയാൾ പോകുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ പാത്ത്. ഈ ഫ്രീ പാത്തുകളുടെ ആവറേജ് വാല്യൂ ആണെന്ത് മീൻ ഫ്രീ പാത്ത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താ മീൻ ഫ്രീ പാത്ത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. നൗ ഗിവ് ആൻ ഇക്വേഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്. മക്കളെ, മീൻ ഫ്രീ പാത്ത് is equal to 1 by root 2 into n pi d square is the expression for mean free path. പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. റെഡി അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോടാ? വേഗം കമന്റ് ചെയ്യ്. യെസ് ഓർ നോ, യെസ് ഓർ നോ. റെഡി? ഇതൊരു ചെറിയ ചാപ്റ്റർ, വളരെ ചെറിയ ചാപ്റ്റർ ആണ് കൈൻഡ് തിയറി ഓഫ് ഗ്യാസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ? By using law of equipartition of energy, derive the value of ratio of specific heats of a monoatomic gas. Yes. മക്കളെ, ആൻസർ ഏതാണ്? മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. ഏതാണ്? മോണോ അറ്റോമിക് ഗ്യാസ്. സോ the degrees of freedom of mono atomic gas അറിഞ്ഞിരിക്കുക. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ഉണ്ടാവുക. So DOF, degrees of freedom of a monoatomic gas is 3. Next, ada kinetic energy of a monoatomic gas. Monoatomic gas. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. ലിസൺ, നമുക്ക് മോണോ അറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 3 DOF ഉണ്ട്. അപ്പൊ മോണോ അറ്റോമിക് ഗ്യാസിന് 3 DOF ഉണ്ടെങ്കിൽ നമ്മൾ ലോ ഓഫ് ഇക്വിപാർട്ടിഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്. ഒരു DOF-ൽ ½ kBT എനർജി ഉണ്ടാവുക. ഓക്കെ, ടോട്ടൽ കൈനറ്റിക് എനർജി അല്ല, ടോട്ടൽ എനർജി ട്ടോ. Now listen. So total energy of monoatomic gas is എത്രയാണ്? 3 times ½ kBT. 3 times ½ kBT. സോ നമുക്ക് നോക്ക്, 3 times ½ kBT ആണ് ഒരു മോളിക്യൂളിന്റെ എന്ത് ടോട്ടൽ എനർജി. ഇനി ടോട്ടൽ എനർജി ഓഫ് എ മോൾ ഓഫ് മോളിക്യൂൾസ് എടുക്കാം. മക്കളെ ശ്രദ്ധിക്കുക, ടോട്ടൽ എനർജി ഓഫ് എ മോൾ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോൾ മോളിക്യൂൾസിന്റെ ടോട്ടൽ എനർജി കാണണം. അതെങ്ങനെ കാണാൻ ചോദിച്ചാൽ, ഇത് ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജിയാണ്. ഇനി ഒരു മോൾ മോളിക്യൂളിന്റെ എനർജി കാണണമെങ്കിൽ 3 times ½ kBT നിങ്ങൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോൾ മോളിക്യൂൾസ് ടോട്ടൽ എനർജി ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു kB. kB എന്ന് പറഞ്ഞാൽ ശരിക്കും R/NA ആണ്, ഇൻറ്റു T ഇൻറ്റു NA ഉണ്ടാവും. സോ ഫ്രം ഹിയർ NA ക്യാൻസൽ. സോ ദാറ്റ് ബിക്കംസ് 3/2 RT എന്നുണ്ടാവും. എന്താണ്? 3/2 RT. അപ്പൊ ഇതാണ് ടോട്ടൽ എനർജി ഓഫ് 1 മോൾ മോളിക്യൂൾ. ഏത്? മോണോറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. ക്ലിയർ? നൗ അപ്പൊ ടോട്ടൽ എനർജി നമുക്കായി. ഇനി മക്കളെ അടുത്ത നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ സിവിന്റെ വാല്യൂ കാണണം. സിവിന്റെ വാല്യൂ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിവി എന്ന് പറഞ്ഞാൽ ΔU/ΔT നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാം? എന്ത്? CV is du/dt എന്ന് പറയാം. That is equal to d/dt of d/dt of what is u? Total energy 3/2 RT ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3/2 R പുറത്തേക്ക് എടുത്താൽ എന്താ? dt/d 1 ആവും. അപ്പൊ എന്താ ആൻസർ? 3/2 R എന്ന് വരും. എന്ത്? CV. Now listen, Mayer's relation പ്രകാരം CP - CV എന്ന് പറഞ്ഞാൽ R ആ. ഇവിടെ നമുക്ക് CVക്ക് എന്ത് കൊടുക്കുക? 3/2 R കൊടുത്താൽ, so CP minus 3/2 R is equal to R. From here, what is CP? CP is equal to R plus 3/2 R. So R plus 3/2 R, that becomes 5/2 R എന്ന് വരും. ഇനി കാണാൻ പറഞ്ഞ എന്താ മക്കളെ? ഇനി കാണാൻ പറഞ്ഞ ഗാമ വാല്യൂ. What is gamma? CP/CV ആണ് ഗാമ. That is equal to, what is the value of CP? CP is 3/2 R ആണ്. What is value of CV? 5/2 R ആണ്. 2 കട്ട് ആവുമ്പോൾ ആൻസർ ഈസ് 3/5 is the right answer. Okay, so ഇതാണ് നമ്മളെ ആൻസർ. ഇനി നിങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഗാമ കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. 1 + 2/f, where f is number of DOF. ഇവിടെ 3 DOF ഇല്ലേ? സോ ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താ? 3 + 1 സെക്കൻഡ് ചെയ്തോർത്ത് പാളിന് CP/CV അല്ലേ? യെസ്. സോറി.
യെസ് സി പി ബൈ സി വി ആണ്. സി പി പറഞ്ഞാൽ 5/2 ആർ, 5/2 ആർ ബൈ 3/2 ആർ. ആർ ക്യാൻസൽ, 2 ക്യാൻസൽ, ആൻസർ ഈസ് 5/3, 5/3. ഓക്കെ, സോ ഗാമ വാല്യൂ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഫുൾ മാർക്കായി. റെഡി? നൗ ലിസൺ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് ഷോർട്ട് കട്ട് ഇക്വേഷൻ, ഗാമ കാണുന്ന ഇക്വേഷൻ, വേർ എഫ് ഈസ് നമ്പർ ഓഫ് ഡി ഒ എഫ്. ഇവിടെ മോണോ അറ്റോമിക് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഡി ഓഫ് 3 ഉണ്ടാവുക. സോ ഗാമ ഈസ് ഈക്വൽ 1 + 2/3 ചെയ്യുമ്പോൾ 5/3 എന്നുണ്ടാവും. ആൻസർ തന്നെ കിട്ടും. റെഡി? അപ്പൊ മക്കളെ ഇത് ഇത്രയും നിങ്ങൾ ചെയ്യണം. മോണോ അറ്റോമിക് ആവുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഡയറ്റോമിക് ആവുമ്പോൾ, ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡി ഒ എഫ് 5 വരെ, 5 ആവുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ 5/2 ആർ ടി വരും, സി വി 5/2 ആർ എന്ന് വരും. അപ്പൊ സി പി ആണെങ്കിലോ 7/2 ആർ എന്ന് വരും. ഓക്കെ, അപ്പൊ എന്താ ഗാമ എന്താ 7/5 എന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഏതിൻ്റെ എന്ത് ചെയ്യാം ആൻസർ കണ്ടെത്താൻ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്? റെഡി? ഓക്കെ, സോ മക്കളെ ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ചെറിയ ബ്രേക്ക് ആണ്. ഓക്കെ, സോ ബ്രേക്ക് വിൽ എൻഡ്. ലിസൺ, ഒരു 15 മിനിറ്റ് ബ്രേക്കിലേക്ക് പോവാണ്. ബ്രേക്ക് വിൽ എൻഡ് ആഫ്റ്റർ 15 മിനിറ്റ്സ് കേട്ടോ. സോ ദ ഷാർപ്പ് 5 ബ്രേക്ക് ആണ് ഇപ്പോൾ കേട്ടോ മക്കളെ. ഞാൻ ഒന്ന് ഹോട്ട് വാട്ടർ കുടിച്ച് വരാം. അപ് ടു 5:10 PM. നമുക്ക് 5:10 PM വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. സോ മക്കൾ വേഗം ചായ കുടിച്ച് വേഗം വരാം കേട്ടോ. റെഡി? ഓക്കെ. സൗണ്ട് പോയടാ, സൗണ്ട് പോയി, പിടുത്തം
ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ 5:12 ആയി അല്ലേ? ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുത്ത എന്താ പറയാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ലിസൺ, ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ശ്രദ്ധിക്കടാ. അക്കോർഡിംഗ് ടു kinetic theory of gases, gas molecules are always in random motion. നമുക്കറിയാം kinetic theory of gasന്റെ 7 postulates. ആ 7 postulates ഒരു postulateൽ പറയുന്ന ഒരു കാര്യമാണ് molecules are in random motion എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. Now listen. State the law of equipartition of energy. എന്താണ് law of equipartition of energy? The total energy of a thermodynamic system is equally distributed among all of its degrees of freedom. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് അതിന്റെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും എന്താക്കിയിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, റൈറ്റ് ദ ആവറേജ് വാല്യൂ ഓഫ് എനർജി ഓഫ് എ മോളിക്യൂൾ ഫോർ ഈച്ച് വൈബ്രേഷണൽ മോഡ്. കൃത്യമായിട്ട് പറയാം മക്കൾ, അവിടെ നോക്ക്. അതായത് ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ, ലിസൺ, ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുക 2 DOF ആണ്. എത്ര? 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് പ്രൊവൈഡ് ചെയ്യും. 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന മാക്സിമം എനർജിയാണ് 12 kBT എനർജി. ഇത്രയും എനർജിയാണ് 1 DOF-ൽ സ്റ്റോർ ചെയ്യാവുന്ന മാക്സിമം എനർജി. അപ്പൊ ഇവിടെ എന്തുണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ അത് 2 DOF ആണ്. അതുകൊണ്ട് ദ ആവറേജ് വാല്യൂ ഓഫ് എനർജിന്റെ ആവറേജ് വാല്യൂ ഓഫ് എനർജി ഓഫ് എ മോളിക്യൂൾ ഫോർ ഈച്ച് വൈബ്രേഷണൽ മോഡ് ഈസ് ബിക്കംസ്, ഇങ്ങനെ എഴുതിയാൽ മതി, 2 times 12 kBT എന്ന് പറഞ്ഞാൽ kBT എന്നാണ് ആൻസർ. സോ ആവറേജ് എനർജി എത്ര ഉണ്ടാവുക? kBT ഫോർ ഈച്ച് വൈബ്രേഷണൽ മോഡ്. ക്ലിയർ? എപ്പോഴാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? എന്താണ് എനിക്ക് മനസ്സിലായില്ല. ജീവിയ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നൗ ലിസൺ. എനിവേ 2 ക്വസ്റ്റ്യനും ഓക്കെ എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, based on kinetic theory of gas, derive an expression for pressure exerted by an ideal gas. നമ്മൾ ഈ സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു. P is equal to 1/3 nm/VRMS² എന്നൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now listen. A mixture of gas consists of 2 moles of oxygen. എത്ര മോൾസ് ഓക്സിജനാ? 2 മോൾസ് ഓക്സിജൻ. പിന്നെ 4 മോൾസ് എന്ത് ആർഗൺ ഗ്യാസും ഉണ്ട് at 27 degrees Celsius. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇന്റേണൽ എനർജി നിങ്ങൾ കാണണം. ടോട്ടൽ ഇന്റേണൽ എനർജി നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. അതിനാദ്യം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒരു 1 molecule ഓഫ് ഓക്സിജൻ, 1 molecule ഓക്സിജന്റെ എനർജി എത്ര ഉണ്ടാവുക? ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഡയറ്റോമിക്കിന് എത്ര DOF ഉണ്ട്? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ 5 × 12 kBT ആണ് ഒരു മോളിക്യൂളിന് സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ എനർജി. ഇനി 1 മോൾ ഓഫ് ഓക്സിജൻ ആണെങ്കിലോ 5/2 kBT ഒരു മോളിക്യൂളിന് സ്റ്റോർ ചെയ്യുന്ന എനർജിയാ. ഇൻറ്റു അവഗാഡ്രോ നമ്പർ അടിക്കുമ്പോൾ, ലിസൺ, KB എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, R/NA ആണ്. ഇൻറ്റു T ഇൻറ്റു NA എന്നുണ്ടാകും. NA കട്ട്. സോ എന്താ മക്കളെ വരിക? 5/2 RT ആണ്. എന്ത്? 5/2 RT ആണ് മക്കളെ. എന്ത്? 5/2 RT ആണ് എന്ത്? ഒരു മോൾ ഓഫ് ഓക്സിജനിൽ സ്റ്റോർ ചെയ്ത എനർജി. ക്ലിയർ? റെഡി? ഓക്കെ. നൗ ലിസൺ. അപ്പോൾ ഒരു മോളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താ മക്കളെ? നോക്ക്. 2 മോൾസ് ഓഫ് ഓക്സിജൻ. എത്ര? 2 മോൾസ് ഓഫ് ഓക്സിജൻ. 2 മോൾസ് ഓഫ് ഓക്സിജനിൽ അപ്പൊ എത്ര എനർജി ഉണ്ടാവും മക്കളെ? പറ. 2 മോൾസ് ഓഫ് ഓക്സിജനിൽ 2 × 5/2 RT ഉണ്ടാവും ടോട്ടൽ എനർജി. ഒരു മോളിൽ ഇത്ര എനർജി ഉണ്ട്. അപ്പൊ 2 മോൾസിലാണെങ്കിൽ ഇത്ര എനർജി ഉണ്ടാവും, 2 ടൈംസ് ഉണ്ടാവും. അത് കട്ടാവുമ്പോ എന്താ? 5 RT ആണ് എന്ത്?
5 RT ആണ് 2 മോൾസ് ഓഫ് ഓക്സിജനിൽ അടങ്ങിയ ടോട്ടൽ എനർജി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ആരുടെ ഓക്സിജന്റെ പറഞ്ഞു. ഇനി ആർഗന്റെ കേസ് ആണെങ്കിൽ ഒരു മോളിക്യൂൾ ആർഗൺ മോണോ അറ്റോമിക്ക, അതുകൊണ്ട് അവന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3. ക്ലിയർ അല്ലേ? യെസ്. നൗ ലിസൺ, ഒരു മോളിക്യൂൾ ഓഫ് ആർഗന്റെ DOF 3 ആയതുകൊണ്ട്, കാരണം മോണോ അറ്റോമിക് ആണ്, അവൻ DOF 3 ആ ഉണ്ടാവുക. അപ്പൊ എത്ര ഉണ്ടാവുക ഒരു മോളിക്യൂളിൽ എനർജി സ്റ്റോർഡ്? അപ്പൊ 1 മോളിക്യൂൾ ആർഗണിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി വിൽ ബി ഈക്വൽ ടു എത്രയാ മക്കളെ ഉണ്ടാവുക പറ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times half kBT ഉണ്ടാവും. 3 times half kBT. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓഫ് ആർഗൺ മോളിക്യൂൾസിൽ എത്ര ഉണ്ടാവും? 3/2 kBT into എന്താ Na ചെയ്യുമ്പോൾ kBയും Na കൂടി 6 ആവും. സോ ദിസ് ബിക്കംസ് 3/2 RT എന്ന് വരും. ഇനി നമുക്ക് കാണേണ്ടത് എത്ര മോളാ? 4 മോൾ ആർഗൺ മോളിക്യൂൾസ് ഉണ്ട്. അപ്പം 4 മോൾസ് ഓഫ് എന്തെടുക്കുകയാണെങ്കിൽ 4 മോൾസ് ഓഫ് ആർഗൺ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത എനർജി എന്ന് പറഞ്ഞാൽ 3/2 RT into 4 ഉണ്ടാവും. സോ ആൻസർ ഇത് കട്ട് ആവുമ്പോൾ 2. ആൻസർ ഈ 6 RT എന്നുണ്ടാകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ മൊത്തം ഓക്സിജൻ മോളിക്യൂൾസിന്റെ എനർജി 5 RT ആണ്, ഇത് 6 RT ആണ്. സോ ടോട്ടൽ എനർജി അപ്പൊ എത്ര ഉണ്ടാവുക? എത്രയാണ്? 5 RTയും 5 അല്ലേ? സോറി 5ഉം 6ഉം. സോ 5 RT പ്ലസ് 6 RT ആണ് എന്ത് മൊത്തം എനർജി. സോ ദാറ്റ് ഈസ് 11 RT എന്നുണ്ടാവും. 11 RT. നിങ്ങൾ ചെയ്യേണ്ടത് ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.314. ടി പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 27 ഡിഗ്രിയാണ്. 27 എന്ന് പറഞ്ഞാൽ അത്ര 300 കെൽവിനാ. സോ 11 into 8.314 into 300 ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത്രയും ജൂൾ ആണ് ഇവിടുത്തെ എനർജി. യു ഗോട്ട് ഇറ്റ്? അത്യാവശ്യം നല്ല കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റെഡി അല്ലേ? ഓക്കെ ആണോ? യെസ് ഓർ നോ? ജീവി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അവസാന നിമിഷം വെച്ച് പഠിക്കാൻ പറ്റിയൊരു സാധനമല്ല ഫിസിക്സ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്താൽ മതി? അവസാനം വെച്ചിട്ട് ഒരു 10 ദിവസം ഇരുന്ന് പഠിച്ചാൽ മതി. അവസാനത്തെ 1 മാസം പോയിട്ട് അവസാനത്തെ 2 മാസം ഇരുന്നാൽ പോലും നിങ്ങൾക്ക് വൃത്തിയായിട്ട് പഠിച്ചെടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇതിന്റെ ഓരോ ചാപ്റ്ററിലും ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഒരു എന്താ പറയാ കുറഞ്ഞ പെർസെന്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം അതിനു മാത്രം ഡിസ്കസ് ചെയ്യാണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം ഒരു എന്താ പറയാ നോളേജ് ഉണ്ടെങ്കിലേ നിന്നിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ബിക്കോസ് നമ്മൾ കുറച്ചൊരു ലെവലിലെ മീൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാലേ റിവിഷൻ ക്ലാസ്സുകൾ എഫക്റ്റീവ് ആവുള്ളൂ. റെഡി? ഓക്കെ. നൗ ലിസൺ. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഇത് കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിപ്പോ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന് കുറച്ചൊന്ന് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ലിസൺ. Now listen. Next question. Estimate the thermal energy of helium atom at a temperature 27 degrees Celsius. So, സാധനം helium atom ആണ്. Average thermal energy of the helium atom. So, average thermal energy. Average thermal energy of helium atom is equal to ഹീലിയം എന്ന് പറയുന്നത് മോണോ അറ്റോമിക് ഗ്യാസാ. മോണോ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് DOF 3. അതുകൊണ്ട് ഒരു DOF-ൽ എപ്പോഴും ഹാഫ് kBT ഉണ്ടാവുള്ളൂ. അപ്പൊ 3 DOF-ൽ 3 times എന്തുണ്ടാകും? ഹാഫ് kBT ഉണ്ടാവും എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times half into kB into T എത്രയാടാ? 27 plus 300. That is 27 plus 273. എത്ര? 300 ഉണ്ടാവും. കാരണം ഇതിനെ നിങ്ങൾ കെൽവിനിൽ കൺവേർട്ട് ചെയ്യണം. സോ കൊടുത്തു kBക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. അത്രയും ജൂൾസ് ആണ് എന്തായിട്ട് എഴുതേണ്ടത്? എനർജി ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. ഇത്
ഹീലിയം ആറ്റം ആയതുകൊണ്ടാണ് ഈ ഒരു എനർജി വന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാടാ. നോക്കണം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം മീൻ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾ? നമ്മൾ നേരത്തെ പറഞ്ഞു അത്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇറ്റ് ഡിപെൻഡ്സ്. ഫാക്ടേഴ്സ്, മീൻ ഫ്രീ പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? ആദ്യം മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കടാ. മീൻ ഫ്രീ പാത്ത് is equal to 1/√2 n pi d square ആണ്. where n is number of molecules per unit volume ആണ്. d എന്ന് പറഞ്ഞാൽ diameter of molecule അല്ലേ. അപ്പൊ എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യാൻ അറിയോ? ഒന്ന് number of molecules per unit volume. ഒരാൾ ഇതിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മീൻ ഫ്രീ പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നത് സൈസ് ഓഫ് മോളിക്യൂളാണ്. സൈസ് ഓഫ് മോളിക്യൂൾ. ഇത് രണ്ടുമാണ് മീൻ ഫ്രീ പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് രണ്ടും വെച്ചാൽ മതി. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഡിപെൻഡ്സ് ഓൺ മീൻ ഫ്രീ പാത്ത്. റെഡി? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 4 postulates ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഏതെങ്കിലും 4 പോസ്റ്റുലേറ്റ്സ് എഴുതണം മക്കളെ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ഒന്നാമത്തെ, എവറി ഗ്യാസ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ, ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ ആൻഡ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് വാൾസ് ഓഫ് കണ്ടെയ്നർ ഓൾസോ. The collision of molecules with the walls of container provides pressure. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത്, സൈസ് ഓഫ് മോളിക്യൂൾ ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് വിത്ത് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്. മോളിക്യൂളിന്റെ സൈസ് വളരെ ചെറുതാ. രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം വെച്ച് നോക്കുമ്പോൾ മോളിക്യൂൾസിന്റെ സൈസ് വളരെ എന്താണ്? ചെറുതാണ്. നെക്സ്റ്റ്, there is no inter-atomic attractive or repulsive force. മോളിക്യൂൾസിനിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഇല്ല. അടുത്തത് ലിസൺ, നെക്സ്റ്റ് മെയിൻ ഫ്രീ പാത്തിനെ കുറിച്ചാണ്. ഓക്കെ, ബിറ്റ്വീൻ 2 successive collision molecule will travel some distance, that is known as free path, and the average value of the free path journey is known as mean free path. അതും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് the time of collision is negligibly small when compared with the time for free path journey. അതായത് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന സമയം, ഓക്കെ, രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ കൊളീഷൻ ഇടയ്ക്ക് സഞ്ചരിക്കുന്ന ദൂരവും മീൻസ് സമയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് രണ്ട് മോളിക്യൂൾസ് വന്ന് കൂട്ടിമുട്ടുന്ന ടൈം ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് അല്ലെങ്കിൽ ഫ്രീ പാത്ത് ജേർണിയിൽ ഒരു മോളിക്യൂൾ എടുക്കുന്ന സമയത്തേക്കാളും കുറവ് സമയമാണ് എന്തിനെടുക്കുക? time of collision എടുക്കാന്ന്. So time of collision is negligibly small when compared with the time taken for its its free path. Okay, so അതും പറഞ്ഞു. Next the last one and important one is the average kinetic energy of a molecule is directly proportional to temperature in Kelvin scale. ഇത് ഇത്രയുണ്ട്, 7 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ഈ 7 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ഒരു 4 നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. റെഡി? അതിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാട്ടോ മക്കളെ. യെസ്, നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഓസിലേഷൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഓസിലേഷൻസ് മക്കളെ നോക്ക്. ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കോ. കാണാൻ നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. നോക്കട്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 identical springs of spring constant K are attached to a block of mass M and to fixed supports as shown below. ഒന്നുമില്ല, ഈ ഒരു സംഭവം നോക്കിയാൽ മതി. അതുപോലെ പറഞ്ഞേ. ഓക്കെ, show that when the mass is displaced from its equilibrium position on either side, it executes a simple harmonic motion. അതായത് ഈ ഒരു മാസിനെ ഞാൻ ഇത് മീൻ പൊസിഷൻ ആണ്. ഇവിടുന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ ഈ മാസിനെ മൂവ് ചെയ്യിച്ചാൽ ഈ മാസ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാൻ. ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷന്
അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് എന്താവണം? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആവണം. കൂടാതെ ആ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ മെയിൻ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യാൻ വേണം. നൗ ലിസൺ, ഞാൻ ഇയാളെ റൈറ്റിലേക്ക് നീക്കിയാട്ട് അയാൾക്ക് ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്തു റൈറ്റിലേക്ക്. അപ്പൊ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും. റൈറ്റ്, ഓക്കെ. അപ്പൊ ഈ സ്പ്രിംഗ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയായിരിക്കും? -kx. ആ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. മാസിനെ അങ്ങോട്ട് നീക്കുമ്പോൾ സ്പ്രിംഗ് വലുതാവുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ഉണ്ടാവുക. സോ -kx. ബിക്കോസ് ഈ സ്പ്രിംഗ് എക്സ് ലെങ്ത് നീളം വെക്കും. അതേസമയം ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? എക്സ് ലെങ്ത് കംപ്രസ് ആവും. ഈ സ്പ്രിംഗ് കംപ്രസ് ആകുമ്പോൾ ഈ സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സും ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. സോ ആ സ്പ്രിംഗിൽ ഇത് നമുക്ക് എന്താ പറയാ, ഫസ്റ്റ് സ്പ്രിംഗ് എടുക്കാം. ഇനി സെക്കൻഡ് സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നതും എന്തെന്നെ? -kx തന്നെയാണ് വരിക. അപ്പൊ രണ്ട് റീസ്റ്റോറിംഗ് ഫോഴ്സും ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ട് നെറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദിസ് ബോഡി വിൽ ബി ഈക്വൽ ടു എത്രയാ മക്കളെ? -2kx എന്നുണ്ടാകും. -kx പ്ലസ് -kx -2kx എന്നുണ്ടാവും. ഇതാണ് നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ബ്ലോക്ക്. നൗ ഈ ബ്ലോക്കിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ബ്ലോക്കിന്റെ മാസ് ഇൻറ്റു ഈ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ എഴുതാം. സോ m into a is equal to -2kx എന്ന് എഴുതാം. ഫ്രം ഹിയർ a is equal to -2k by m into x എന്ന് എഴുതാം. ഫ്രം ഹിയർ a is proportional to -x എന്ന് എഴുതാം. ബിക്കോസ് ഹിയർ k and m are constants. അതുകൊണ്ട് നമുക്ക് വേണ്ട സംഭവം കിട്ടി. ഇത് എഴുതി വെക്കുക. ഇത് ആണ് ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെന്റിന് പ്രപ്പോർഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. മെയിൻ പൊസിഷനിലേക്ക് ആയതുകൊണ്ട് ഇത് എന്ത് എക്സിക്യൂട്ട് ചെയ്യും? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? യെസ് ഓർ നോ? വേം പറ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? കമന്റ് ചെയ്യ്. റെഡി? ഓക്കെ ആണ്. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A simple pendulum in oscillatory motion is shown in figure. ഇതൊരു സിമ്പിൾ പെൻഡുലം ആണ്. മാർക്ക് ദ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോബ്. ലിസൺ. സോ ആ ബോബിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സുകൾ നമ്മോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലിസൺ, ഇവിടെ നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ബോബ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലിസൺ, ഇയാളുടെ മാസ് m ആയതുകൊണ്ട് ഇയാളുടെ വെയിറ്റ് mg താഴേക്ക് ആക്ട് ചെയ്യും. സോ ഈ ലൈൻ നീട്ടി വരക്കുന്നു. ദിസ് ആംഗിൾ ഈസ് തീറ്റ. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോബ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ mg കാണിക്കുക, ഇങ്ങനെ ഒരു ടിയും കാണിച്ചാൽ മതി. രണ്ട് ഫോഴ്സുമായി കഴിഞ്ഞു. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ ആയി. നെക്സ്റ്റ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ mgനെ രണ്ട് കമ്പോണൻസ് ആക്കുന്നു. ഒന്ന് ഇത് mg cos തീറ്റ ആൻഡ് ദിസ് വൺ mg sin തീറ്റ. ഈ ബോബ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൻ എങ്ങോട്ടേക്കോ പിടിച്ചു വലിക്കുന്നുണ്ട്. സോ നമുക്ക് പറയാം mg sin തീറ്റ ഈസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ഇറ്റ്സ് മീൻ പൊസിഷൻ. സോ ഈ ഒരു ബോബിൽ ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ടോർക്ക് ഓൺ ദിസ് ബോബ് about this fixed point? Length of this pendulum can be taken as L. So torque ഈ ടോർക്ക് ശരിക്കും റീസ്റ്റോറിംഗ് ടോർക്കാ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ടോർക്കാണിത്. റീസ്റ്റോറിംഗ് ടോർക്കാണ്. സോ റീസ്റ്റോറിംഗ് ടോർക്ക് ഹിയർ ഇസ് ഈക്വൽ ടു മൈനസ് ഈ ഫോഴ്സ്. ഇനി mg നമുക്ക് വേണ്ട, കാരണം mg നമ്മൾ എന്താക്കി? രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റി. ഇനി mg വേണ്ട, ഈ കമ്പൗണ്ടും മതി. ഈ mgന്റെ ഈ കമ്പൗണ്ട് ഒരിക്കലും ഇവിടെ എന്തുണ്ടാക്കൂല? ടോർക്ക് ഉണ്ടാക്കൂല. അപ്പൊ ഇയാൾ മാത്രമേ ടോർക്ക് ഉണ്ടാക്കുള്ളൂ. ഇയാൾ ഇവ ഉണ്ടാക്കുന്ന ടോർക്ക് എന്താണ്? ഈ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആ വരിക. അതെന്താ? -mg sin തീറ്റ ഇൻറ്റു L എന്ന് വരും. ഇനി ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു
minus mg sin theta into L എന്ന് എഴുതാം. Now listen, now listen, now listen. What is I? Moment of inertia of this bob. And the event mass into E distance in the square. Up and the m into L square into alpha is equal to minus ng sin theta into L varum. E L or L cut, or m cut. L apparam പോകുമ്പോൾ alpha is equal to minus g sin theta by എന്ത് വരും L വരും. ഇനി മക്കളെ എന്താണ് ആൽഫ? ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് റൊട്ടേഷനിൽ മാറ്റുന്ന സമയത്ത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് വരും. സോ ആൽഫക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് ജി ഇൻറ്റു ഹിയർ സൈൻ തീറ്റ ക്യാൻ ബി ടേക്കൺ അപ്രോക്സിമേറ്റ്ലി ആസ് തീറ്റ സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ. തീറ്റ എന്തേ എടുക്കാവൂ, വളരെ ചെറുതാണെങ്കിലേ സൈൻ തീറ്റ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മൈനസ് ജി തീറ്റ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, സോ ഈ തീറ്റയും കട്ടാവുന്നു, മൈനസും മൈനസും പ്ലസ് ആവുന്നു. ഫ്രം ഹിയർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ എന്താ 2π ബൈ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. രണ്ടും തിരിച്ചിടുമ്പോൾ ടി is t by 2π is equal to root of L by G. From here what is t? 2π root of L by G is the final equation for time period of a simple pendulum. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആക്കിയാൽ മാത്രമേ ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ അതിന്റെ ആംഗിൾ വളരെ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അതും കൂടി മനസ്സിൽ വെച്ചോട്ടോ. ഓക്കെ, സോ ഡിറൈവ് ചെയ്തു. ഈ ഡെറിവേഷൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓഫ് മാസ് സ്മോൾ m attached to a spring is shown in figure. ഇവിടെ നോക്കുക, ഒരു m മാസ് ഉള്ള ബോഡിയെ ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. The distance between extreme points A and B is 10 centimeter. Distance between, okay, അപ്പോൾ ഇത് രണ്ടുമാണ് എക്സ്ട്രീം പോയിന്റ്സ്. അവർ തമ്മിലുള്ള അകലം 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതെന്തായിരിക്കും, മീൻ പൊസിഷൻ ആയിരിക്കും. റൈറ്റ്? ഓക്കെ, നൗ ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം A to B as positive. റൈറ്റിലേക്ക് എന്താ, പോസിറ്റീവ്. നൗ redraw the given table and give the signs of velocity, acceleration and force. Okay, so റൈറ്റിലേക്ക് എന്താണ് പോസിറ്റീവ്, അപ്പൊ ലെഫ്റ്റിലേക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ അതിന്റെ സൈനാ ചോദിച്ചു. സോ അറ്റ് ദ എൻഡ് ബിയിലെത്തുമ്പോൾ അവിടെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. എയിലെത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ലിസൺ, വെലോസിറ്റി 0 ആണ്, അതിന് സൈൻ കൊടുക്കാനൊന്നുമില്ല. ഇനി ആക്സിലറേഷൻ ബിയിൽ എന്താ അവസ്ഥ? ഇവിടെ എത്തുമ്പോൾ അയാളുടെ ആക്സിലറേഷൻ ലെഫ്റ്റിലേക്കല്ല ഉണ്ടാവല്. യെസ്, ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഫോഴ്സ് നോക്കണ്ടല്ലോ, അത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത കാര്യം, അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവാർഡ്സ് എ. അപ്പൊ ഇനിയിപ്പോ ഉള്ളത് അയാൾ ഇവിടെയാണ്, ഇവിടുന്ന് എങ്ങോട്ട് പോവാണ്, എയിലേക്ക് പോകാനുള്ള ശ്രമമാണ്. ആ സമയത്ത് വെലോസിറ്റിന്റെ അവസ്ഥ എന്താ? ഇവിടെ വെലോസിറ്റി മാക്സിമം വാല്യൂ, ആ വെലോസിറ്റി എങ്ങോട്ടേക്കാ, ലെഫ്റ്റിലേക്കാ. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ആക്സിലറേഷൻ എന്താ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് ആക്സിലറേഷൻ എന്താ, 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡിസ്പ്ലേ ഫോഴ്സ് എന്താ, A 0 ആണെങ്കിൽ ഫോഴ്സും എന്താ, 0. ഓക്കെ, നെക്സ്റ്റ്, അറ്റ് 2 സെന്റിമീറ്റർ അവേ ഫ്രം ബി. ഇനി അടുത്തേതാ, 2 സെന്റിമീറ്റർ അവേ ഫ്രം ബി. ബിയിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെ. എന്നിട്ടോ എന്താ പറഞ്ഞു നോക്കിയാ, ഗോയിങ് ടുവാർഡ്സ് എ. ഇനി ഇയാൾ എങ്ങോട്ട് പോവാണ്, എന്റെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് വെലോസിറ്റിയുടെ അവസ്ഥ എന്താ, നെഗറ്റീവ്. വെലോസിറ്റി ഇങ്ങോട്ടേക്കല്ലേ, നെഗറ്റീവ്. ആക്സിലറേഷനും ഇങ്ങോട്ടേക്കാണോ ആക്ട് ചെയ്യേണ്ടത്, അങ്ങോട്ടേക്കാണോ ആക്ട് ചെയ്യേണ്ടത്? നല്ലോണം ശ്രദ്ധിക്കാം, കാരണം ഇവിടെയാണ് നമ്മളുടെ എന്തുള്ളത്, ലിസൺ, ഇവിടെയാണ് നമ്മളുടെ എന്തുള്ളത്, ബോഡി ഉള്ളത്. ക്ലിയർ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് മക്കളെ. നോക്ക്, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുണ്ടാ, ആക്സിലറേഷന്റെ സൈനും പറഞ്ഞുണ്ടാ, ഫോഴ്സിന്റെ സൈനും നിങ്ങൾക്ക് പറഞ്ഞുണ്ടാ. വേഗം come on everybody, please ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ സൈൻസും ഞാൻ പറഞ്ഞു തന്നു, ഇനി 2 സൈന് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എന്നെ ആൻസർ ചെയ്യും. Come on, കാണുന്നില്ലേ?
2 centimeter away from B ആണ് മൂവിങ് ടുവേർഡ്സ് A ആണെങ്കിൽ can anybody say, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സൈൻ എന്താന്നുള്ളത്? നോക്കട്ടെ. No one is commenting. ആരും കമന്റ് ചെയ്യുന്നില്ല. ആക്സിലറേഷന്റെ സൈൻ എന്താണ്? ഞാൻ തന്നെ പറയണോ? ആരും പറയുന്നില്ല. സമയമില്ല. ഒരാളെങ്കിലും പറഞ്ഞ ഞാൻ മൂവ് ചെയ്യും. ഡ്രോൾഡൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ആൻസർ പറഞ്ഞല്ലോ, പോസിറ്റീവ്. നെക്സ്റ്റ്, മുംതാസ് നാദിറ പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ്. ഇനിയും വരട്ടെ ആൻസർ വരട്ടെ. കംഫാസ് പോട്ടെ, വേഗം പോട്ടെ. അരുളിനി. ഓക്കെ, സോറി സർ, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കിക്കോട്ടോ, വേറെ ആരും പറയുന്നില്ല. ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കും. എടാ, ബോഡി ഇവിടെയാണ് എത്തിയത്. ഇവിടുന്ന് ഇയാൾ ഇങ്ങോട്ടേക്കാണ് പോകാൻ നോക്കുന്നത്. ഓക്കെ, സോ ഈ ബോഡി ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഈ സ്പ്രിങ് ശരിക്കും മെയിൻ പൊസിഷൻ, ഇലോങ്ങേറ്റഡ് പൊസിഷനിൽ അവിടെ എത്തുമ്പോഴുള്ളത്. അപ്പൊ ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായാലും ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് ഈ ബ്ലോക്കിനെ ഇങ്ങോട്ടേക്ക് ഒരു ആക്സിലറേഷനിലാണ് വലിച്ചു കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എവിടെ തന്നെയാണ്? ലെഫ്റ്റിലേക്കാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ പിന്നെ ആക്സിലറേഷൻ അങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അങ്ങോട്ടേക്കാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടേക്കാണെങ്കിൽ എന്താ? നെഗറ്റീവ് ആണ്. ക്ലിയർ? സോ ലിസൺ. അപ്പൊ ഇവിടുന്ന് ആക്സിലറേഷൻ ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട്, ടുവാർഡ്സ് ഇറ്റ്സ് മെയിൻ പൊസിഷൻ ആയതുകൊണ്ട് എപ്പോഴും ആക്സിലറേഷൻ ഉണ്ടാവുക മെയിൻ പൊസിഷനിലേക്ക് എന്ന രീതിക്കാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാ? ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാടാ? ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇനി ഫോഴ്സ് അപ്പ് എന്താ? ഒരു സംശയവും. എന്താ മക്കളെ? നെഗറ്റീവ് തന്നെ വരും കേട്ടോ. റൈറ്റ്? ഓർത്തു വെക്കുക. ഇവിടെ എല്ലാം. ഇനിയിപ്പോ ഇവിടെയാണ് ബ്ലോക്ക് ഉള്ളതെങ്കിൽ, മക്കൾ ഓർത്തു വെച്ചോ, ഇവിടെയാണ് ബ്ലോക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇവിടെയാണ് ബ്ലോക്ക് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബ്ലോക്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം? റൈറ്റിലേക്ക് ആക്ട് ചെയ്യാം. ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം? റൈറ്റിലേക്ക് ആക്ട് ചെയ്യാം. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വെലോസിറ്റി എങ്ങോട്ടേക്കാണ്? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥ. എങ്ങോട്ടേക്ക്? എയിലേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ വെലോസിറ്റി എന്താ? ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. റെഡി? ആ ഒരു പോയിന്റ് ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്. ഓക്കെ. നൗ ലിസൺ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Derive an expression for period of oscillation of a loaded spring. ഒരു സ്പ്രിങ്, ലിസൺ, ഒരു ലോഡഡ് സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ നിങ്ങൾ കാണണം. ലിസൺ. അപ്പോൾ ഒരു ലോഡഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് വലിച്ചു നീട്ടി ഇവിടെ എത്തിച്ചു. ഓക്കെ, സോ എക്സ് ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചു. സോ ഒരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടി അവിടേക്ക് എത്തിച്ചു. വിട്ടാൽ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അതിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിനാദ്യം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദാറ്റ് ബ്ലോക്ക് എത്രയാണെന്നുള്ള എഴുതുക. എഫ് റീസ്റ്റോറിംഗ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. നൗ നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എം എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എ ഇസ് ഈക്വൽ ടു എന്താ കാണാൻ പറഞ്ഞ? ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ എയിലേക്കല്ല മൂവ് ചെയ്യേണ്ടത്. ലിസൺ. അപ്പോൾ എം ഇൻറ്റു എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. എം ഇൻറ്റു വാട്ട് ഈസ് ആക്സിലറേഷൻ? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എക്സും ക്യാൻസൽ ഔട്ട് ചെയ്യും. നൗ ബാക്കി എന്താണ്? മൈനസ് മൈനസ് പ്ലസ് ആകും. സോ ഫ്രം ഹിയർ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? കെ ബൈ എന്ത് വരും? എം എന്ന് വരും. സോ ഫ്രം ഹിയർ what is omega? Root of k by m. So from here to pi by t is equal to root of k by m. ഇവിടുന്ന് what is t by 2 pi? That is equal to root of m by k. From here what is t? T is equal to 2 pi root of m by k is the final expression for
time period of oscillation of this spring. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് 2 to 3 മാർക്സ് ആണ് കിട്ടുക. എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, a particle executes simple harmonic motion of amplitude A. At what distance from the mean position is its kinetic energy equal to its potential energy? So ഒരു പാർട്ടിക്കിൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ ആണ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഒരു 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 സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് എന്ത് ഒരു പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. നൗ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആണെങ്കിൽ മക്കളെ എന്താണ്, ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നാ വരിക. ശരിക്കും നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം, പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഓക്കെ കെ എക്സ് സ്ക്വയർ എന്നാണ് ശരിക്കും ഇക്വേഷൻ വരിക. സോ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് ഇതല്ലേ, എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി വരും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക, റൈറ്റ്. പിന്നെ കൈനറ്റിക് എനർജി എന്താ, ഹാഫ് എം വി സ്ക്വയർ ആണ്. വി വെലോസിറ്റി എന്താ വരിക, എ ഒമേഗ കോസ് ഒമേഗ ടി എന്നാ വരിക. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിൽ കൊടുക്കുമ്പോൾ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി ടോട്ടൽ എനർജി പറയുകയാണെങ്കിലോ, ടോട്ടൽ എനർജി ഓഫ് എൻ ഓസിലേറ്റിംഗ് ബോഡി ആണെങ്കിൽ എന്താ, ഹാഫ് കെ എ സ്ക്വയർ ആണ് വരിക. അതൊക്കെ പഠിച്ചു വെക്കണം, ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. നൗ ലിസൺ, നെക്സ്റ്റ് ചോദിച്ചത് എന്താ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ, മീൻ പൊസിഷന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. സോ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടിയും ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടിയും ഈക്വൽ ആകുമ്പോൾ, ഈ രണ്ട് സാധനങ്ങളും കട്ട് ചെയ്ത് പോകുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടിയും കോസ് സ്ക്വയർ ഒമേഗ ടിയും സെയിം ആകുമ്പോൾ സൈൻ ഒമേഗ ടിയും കോസ് ഒമേഗ ടിയും സെയിം ആകും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആ, 45 ഡിഗ്രി പൈ ബൈ 4. ഓക്കെ, സോ ഒമേഗ ടി വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഒമേഗ ടി പൈ ബൈ 4 ആകുമ്പോഴാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എന്താ സെയിം ആവുക. സോ നമുക്ക് ഇനി എന്ത് കാണണം, എക്സ് കാണണം. എക്സ് വാല്യൂ എന്താ, എ സൈൻ ഒമേഗ ടി ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ഒമേഗ ടിക്ക് പൈ ബൈ 4 കൊടുത്താൽ സൈൻ 45 1/√2 ആണ്. സോ ആൻസർ എന്താ, എ ബൈ എന്ത് വരും, √2 ഈസ് ദ എക്സ് വാല്യൂ. അപ്പൊ എത്രയാണ് മെയിൻ പൊസിഷൻ എ ബൈ √2 എന്ത് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെയിൻ പൊസിഷന് എ ബൈ √2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ആ ബോഡിയുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആവുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. റെഡി, ഓക്കെ ആണെന്ന് വിചാരിക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the oscillations of simple pendulum are simple harmonic and hence derive an expression for time period of simple pendulum. ഇത് നേരത്തെ പറഞ്ഞു. Okay, next, what is length of a simple pendulum which ticks seconds? Okay, ഒരു സെക്കൻഡിൽ ടിക്ക് അടിക്കുന്ന ഒരു പെൻഡുലത്തിന്റെ എന്ത് കാണാൻ പറഞ്ഞു, ലെങ്ത് കാണാൻ പറഞ്ഞു. So this pendulum is known as seconds pendulum. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് പഠിച്ചു വെക്ക്. ദാറ്റ് ബിക്കംസ് 2 seconds ആണ്. അപ്പം ടൈം പീരീഡ് നമുക്കറിയാം 2 seconds ആണ്. ലെങ്ത് കാണണം. ഇക്വേഷൻ എന്താ, t is equal to 2π√L/g സ്ക്വയർ ചെയ്യുക. t square is equal to 4π square into L/g. From here L is equal to t square g by 4π square എന്ന് വരും. 4π square വരും. That is equal to t square 2 square. So 2 square into g value 9.8 എടുത്തോ, divided by 4π square ചെയ്യുക. ഇത് എത്ര വാല്യൂ നോക്കുക, that will be the length of simple pendulum. Clear? അപ്പോൾ ഇത്ര ലെങ്ത് ഉള്ള പെൻഡുലം ആണെങ്കിൽ that will tick seconds. Okay, right. Next, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോവണ്ട, അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ്, which one of the following relationship between acceleration and displacement of particle involves simple harmonic motion?
അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകണമെങ്കിൽ എ പ്രപ്പോർഷണൽ ടു -x ആവണം. അയാളെ സാറ്റിസ്ഫൈ നോക്കിയാൽ മതി. ഒന്നാമത്തെ മൈനസ് ഇല്ല, രണ്ടാമത്തെ മൈനസ് എക്സ് സ്ക്വയർ ആയല്ല, എ ഇസ് ഈക്വൽ ടു -5x. നാലാമത്തെ എന്താ ആൻസർ എന്താ? എ ഇസ് ഈക്വൽ ടു -5x. സോ ഇവിടെ എ ഇസ് ഈക്വൽ ടു ശരിക്കും -ω²x ആ വരണ്ടേ. അപ്പൊ ശരിക്കും ഇവിടെ ω² എന്ന് പറഞ്ഞാൽ എന്താ 5 എന്നുള്ള കാര്യം മനസ്സിലാക്കാം വേണമെങ്കിൽ കേട്ടോ. ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി. ചോദിച്ചത് എന്താ? ഇതിൽ ഏതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുക? ഏതാണ്? എ ഇസ് പ്രപ്പോർഷണൽ ടു -x ഉള്ളത്. എ ഇസ് പ്രപ്പോർഷണൽ ടു -x ഇതിൽ പറയാൻ പറ്റുക ഇതിന് മാത്രം. സോ ആൻസർ ഇസ് സി. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാണ്. ദ ചാപ്റ്റർ ഈസ് വേവ്സ്. എല്ലാവർക്കും ഓക്കെ ആണോ? ലാസ്റ്റ് ചാപ്റ്റർ ആണ് വേവ്സ്. റെഡി? ഓക്കെ, ഷാൽ വി മൂവ്? Shall we move? Yes. അടുത്ത ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ് വേവ്സ്. ഇതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ മക്കളെ നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ y of x is equal to a sin kx plus omega t. Next one, is it a traveling or stationary wave? മക്കളെ ഇവിടെ നോക്കുക, y of xt, y of xt, y of xt എന്ന് പറയുന്ന ഒരു വേവ് അല്ലേ? അതെന്താണ്? a sin kx plus omega t. മക്കളെ സൈനിന്റെ ഉള്ളില് kx-ഉം omega t-യും പ്ലസോ മൈനസോ വെച്ച് വരികയാണെങ്കിൽ, അതായത് kx plus omega t-യോ kx minus omega t-യോ ഈ ടേം പ്രസന്റ് ആണെങ്കിൽ ഓക്കെ, ആ വേവ് ട്രാവലിംഗ് വേവ് ആണ്, പ്രൊപ്പഗേറ്റിംഗ് വേവ് ആണ്. സോ ഈസ് ഇറ്റ് എ ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്? ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്. ഒരു സംശയവുമില്ല. ഒന്നാമത്തെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ, വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെന്റ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയാം. അല്ലെങ്കിൽ ഒമേഗനെ ആംഗുലാർ വെലോസിറ്റി എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കെ? കെ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ, ആംഗുലാർ വേവ് നമ്പർ. ഓക്കെ, വേവ് നമ്പർ. അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നും പറയും. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നും പറയും. ആരൊക്കെയാണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ വേവ് ലെങ്ത് എങ്ങനെ കാണുക? മക്കളെ ലിസൺ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കെന്റെ ഉള്ളിലാണ് ആരുള്ളത്? ലാംഡ ഉള്ളത്, വേവ് ലെങ്ത് ഉള്ളത്. ഒമേഗന്റെ ഉള്ളിലാണ് എന്തുള്ളത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താ സി ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതേണ്ടത്? ലാംഡ. ഇവിടെ നോക്കിയേ, കെ ഇസ് ഈക്വൽ ടു 2π ലാംഡ, ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ്? ഇങ്ങനെയാണ് നിങ്ങൾ ലാംഡ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കെയിൽ നിന്ന് നിങ്ങൾക്ക് ലാംഡ കിട്ടും, ഒമേഗയിൽ നിന്ന് ഫ്രീക്വൻസിയോ ടൈം പീരിയഡോ കിട്ടും. ഓർത്ത് വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് മക്കളെ, ശ്രദ്ധിച്ചോ. എ വയർ 0.72 meter long. So length of wire is 0.72 meter. Has a mass of 5 into 10 raised to -3 kilogram. ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു സ്ട്രിങ്. ഓക്കെ, ആ സ്ട്രിങ്ങിന്റെ മാസ് ഇങ്ങ് തന്നു, വയറിന്റെ മാസ് തന്നു, അതിന്റെ ലെങ്ത് ഇങ്ങ് തന്നു. ഇനി if the wire is under a tension of 60 Newton, so ആ വയറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ 60 ന്യൂട്ടൺ ആണെങ്കിൽ what is the speed of transverse wave on the wire? സോ മക്കളെ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചൊരു ഇതാണ് സംഭവം. അവിടെ നോക്കിയേ, ഒരു സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൽ ഓക്കെ മൂവ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷനാ v is equal to √T/μ. വേർ μ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതെങ്ങനെ കാണുക? മാസ് പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞാൽ മാസ് ഓഫ് ദി സ്ട്രിങ് ഡിവൈഡഡ് ബൈ അതിന്റെ ലെങ്ത് ഇസ് ഈക്വൽ ടു 5 × 10⁻³ divided by 0.72. ഇതാണ് മ്യൂ വാല്യൂ. ആ വാല്യൂ ഫൈൻഡ് ചെയ്യുക. എന്നിട്ടോ ഇവിടെ കൊടുക്കണം √A 16ന്റെ അടിയിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് √, എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ ഉണ്ടാവുക. അത്രയും എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദിസ്.
യെസ്. ഓക്കെ, റെഡി? സർ, വെലോസിറ്റി ഓഫ് സൗണ്ടിൽ എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി പറഞ്ഞു തരുമോ? തീർച്ചയായും പറഞ്ഞാൽ നോക്ക്. വെലോസിറ്റി ഓഫ് സൗണ്ട് V is equal to root of gamma p by rho. ഇതാണ് എന്തിന്റെ വെലോസിറ്റി ഇക്വേഷൻ? ഇത് എന്തിന്റെ ഇക്വേഷനാ? വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. ഓക്കെ, എയറിലൂടെയുള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഇതിൽ പറഞ്ഞത് എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി ആണ്. എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി മക്കളെ, ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി കൂടുക പറഞ്ഞാൽ എന്താ? ഹ്യൂമിഡിറ്റി കൂടുക പറഞ്ഞാല് അറ്റ്മോസ്ഫിയറിൽ ഇവിടെയൊക്കെ വാട്ടർ വേപ്പർ വരിക നന്നായിട്ട്, അല്ലെ? അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടും. വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്ര? വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18U. എന്നാൽ സപ്പോസ് ഇവിടെ ഇപ്പം ഹ്യൂമിഡിറ്റി കുറവാ, അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടാവുക? ഓക്സിജൻ, നൈട്രജൻ, അങ്ങനത്തെ ഗ്യാസ്, CO2, O2 അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുക, അല്ലെ? O2ന്റെ മോളിക്കുലർ മാസ് എത്ര? 32. ഇനി CO2 ആണെങ്കിലോ 44. ഇനി പിന്നെ N2 ആണെങ്കിലോ 28. അപ്പം നമ്മൾ പറയുന്ന ഗ്യാസുകളുടെ ഒക്കെ ഇവിടെയൊക്കെയുള്ള ഗ്യാസുകളുടെ മോളിക്കുലർ മാസ് കൂടുതലും വാട്ടറിന്റെ മോളിക്കുലർ മാസ് കുറവുമാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ മാറ്റിയിട്ട് അവിടേക്ക് ആര് വരികയാണ്? ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ കണ്ടന്റ് വരിക. അപ്പൊ ശരിക്കും സംഭവിക്കുന്ന എന്താ? ഗ്യാസ് മോളിക്യൂൾസ് മാറിയിട്ട് അവിടേക്ക് ആര് വരിക? വാട്ടർ കണ്ടന്റ് വരിക ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അല്ലെ? അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടും. വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ മാസ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. മാസ് കൂടുതലല്ല, കുറയാ ചെയ്യുന്നത്. കാരണം ഓക്സിജന്റെയും നൈട്രജന്റെയും CO2ന്റെയും ഒക്കെ മാസാണ് എന്ത്? കൂടുതൽ. അപ്പോൾ ഈ ഗ്യാസ് മാറി അവിടെ ആര് വരുമ്പോൾ വാട്ടർ വരുന്ന സമയത്ത്, ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത്, വാട്ടർ വരുന്ന സമയത്ത് മാസ് കുറയും. മാസ് കുറയുമ്പോൾ എന്ത് കുറയും? ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് കൂടും? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വെലോസിറ്റി കൂടുന്നത്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മാസ് ഓഫ് എയർ എന്ത് ചെയ്യും? മാസ് ഓഫ് എയർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഡെൻസിറ്റി ഓഫ് എയർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ത് ചെയ്യും? കൂടും. ഇതാണ് MRYM. ഓക്കെ, എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി ഓൺ വെലോസിറ്റി ഓഫ് സൗണ്ട് ട്ടോ, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ട്ടോ. ഓക്കെ, ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഓർത്ത് വെക്കുക. സോ ഇതിന്റെ ആൻസർ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഡൗട്ട് ചോദിച്ചപ്പോൾ ഒന്ന് ആൻസർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ട്ടോ. റെഡി? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ടെമ്പറേച്ചർ ഇല്ല, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് നമ്മൾ ഹ്യൂമിഡിറ്റിയിൽ നോക്കില്ലല്ലോ. ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചറിന്റെ കാര്യം നോക്കില്ല. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ടാണ് ഹ്യൂമിഡിറ്റിയിൽ മാറ്റം വരുത്തുന്നത്. റൈറ്റ്? ഓക്കെ, നൗ ലിസൺ. നെക്സ്റ്റ്, എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y of xt is equal to 3 sin 36t plus 0.018x plus pi by 4 equation. Now, is this a traveling or a stationary wave? ഒരു സംശയവുമില്ല, it is a traveling wave because kx ഉം ഒമേഗ ടിയും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ആരാ? k. ഇതാണ് k. ഇവിടെ ഇതാരാണ്? ഒമേഗ. ടീന്റെ ഒപ്പം എന്താ? ഒമേഗ. ഓക്കെ, അപ്പോൾ ഇത് ട്രാവലിംഗ് വേവ് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താ? സൈന്റെ മുമ്പുള്ള ആള് ആരാ? 3. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് x and y ആർ ഇൻ സെന്റിമീറ്റർ. സോ y എന്തില്ല? സെന്റിമീറ്റർ. അപ്പൊ ഇതും എന്തില്ല? സെന്റിമീറ്റർ. അപ്പൊ എന്താ? ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 3 സെന്റിമീറ്റർ. സൈൻ്റെ ഒപ്പമുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് വരിക. ഓക്കെ, 3 സെന്റിമീറ്റർ. നെക്സ്റ്റ്, ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി കാണാൻ ഫ്രീക്വൻസി ആരെടുത്ത ആള്? ഒമേഗന്റെ അടുത്ത്. അപ്പൊ ഒമേഗ എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π nu. From here nu is equal to omega by 2π. That is equal to omega എത്ര? 36 by 2π. അത്രയും എന്ത്? ഹെഡ്സ് ആണ് എന്ത് വരിക? ഫ്രീക്വൻസി വരിക. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? അപ്പൊ ഇനീഷ്യൽ ഫേസ് കാണാൻ പറഞ്ഞാൽ ലിസൺ, ഇനീഷ്യൽ ഫേസ് നമ്മൾ 5 വെച്ചാണ് കാണിക്കുക. ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ kx ഉം ഒമേഗ ടിയും കഴിഞ്ഞുള്ള ആള് ആരാ? π/4. സോ ഇനീഷ്യൽ ഫേസ് വിൽ ബി π/4. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ദാറ്റ് മീൻസ് വേവ് ലെങ്ത് ആ കവി ഉദ്ദേശിച്ചത്.
വേവ് ലെങ്ത് കാണണം. സോ വേവ് ലെങ്ത് എങ്ങനെ കാണുക? ലാംഡ എങ്ങനെ കാണുക? ലാംഡ എന്ന് പറയുന്ന ആള് കെന്റെ അടുത്ത ആള്. അപ്പൊ എന്താ മക്കളെ പറ? കെ ഇസ് ഈക്വൽ ടു 2 pi ലാംഡ. ഫ്രം ഹിയർ ലാംഡ ഇസ് ഈക്വൽ ടു 2 pi k ഇസ് ഈക്വൽ ടു 2 pi കെന്റെ വാല്യൂ 0.018. 0.018 അത് സോൾവ് ചെയ്യുന്നു. അത്രയും മീറ്റേഴ്സ്. ദാറ്റ് വിൽ ബി ദ വാല്യൂ ഫോർ ലാംഡ. റൈറ്റ്? യെസ്. അപ്പൊ ഇത്രയും ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് പഠിക്കാണ്ട് എന്തായാലും പോവരുത്. എൻ്റെ മനസ്സ് പറയുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പ്രാവശ്യം എക്സാമിന് ചോദിക്കാന്ന്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മര്യാദയെ പഠിക്കാണ്ട് മുന്നോട്ട് പോകരുത്. റെഡി? യെസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ, ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. Show that the function sin omega t minus cos omega t represents simple harmonic motion. ഇത് simple harmonic motion represent ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. So listen, ഇത് simple harmonic motion നമുക്ക് നോക്കാം. So y is equal to sin omega t minus cos omega t. ഒരു കാര്യം ചെയ്യും, വെലോസിറ്റി കാണും. v എന്താ? dy by dt. ഇത് ഓസിലേഷനിലെ ക്വസ്റ്റ്യൻ ആട്ടോ. dy by dt that is equal d by dt of എന്താ സാധനം? sin omega t minus cos omega t. എടാ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. സോ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? ഒമേഗ മൈനസ് കോസ് ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? ഒമേഗ ഇൻറ്റു ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വന്നു. റെഡി? ഓക്കെ. ഇനി ഞാൻ ഇവിടുന്ന് ഒന്നും കൂടെ ആക്സലറേഷൻ കാണാൻ പോവാണ്. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ആണ്. എന്താ മക്കളെ വരാൻ നോക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്താ മക്കളെ? ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, എടാ ഇവിടെ നോക്ക്, ഒമേഗ ആദ്യം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ? ഒമേഗ ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? ഒമേഗ പ്ലസ് അടുത്ത ഇയാളെ ഒമേഗ ഇൻറ്റു സൈൻ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? ഒമേഗ. സോ എന്ത് വരടാ? മൈനസ് ഉണ്ട്. ഒമേഗ ഇൻറ്റു ഒമേഗ ഒമേഗ. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം? ഒമേഗ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ എന്തെന്താ? കോസ് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി എന്ന് വരും. എന്ത്? ആക്സിലറേഷൻ. സോ ഇത് നമുക്ക് കിട്ടിയ ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങനെയും കൂടി എഴുതാം. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു, അതായത് ഇതിനെന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ഇത് നമുക്ക് തിരിച്ചിടാം. എങ്ങനെ? എ മൈനസ് ബി എന്നുള്ളത് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി മൈനസ് എ ആണ് എന്ന് പറഞ്ഞ മാതിരി ഇത് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് പുറത്ത് വരും. ഇത് തിരിച്ചാൽ ഒരു നെഗറ്റീവ് പുറത്ത് വരും. സോ തിരിച്ചു, ഇപ്പം നെഗറ്റീവ് പുറത്ത് വന്നു, ആ നെഗറ്റീവായി നെഗറ്റീവ്. ഇവിടെ എന്താ എഴുതണ്ടെങ്കിൽ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പം ഇതല്ലേ വൈ എന്ന് പറഞ്ഞ് അതാ. അപ്പം എന്ത് ചെയ്താൽ നമുക്ക് പറ? എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നെഴുതാം. സോ ഇതെന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. സോ ദിസ് ഈസ് ഫ്രം this chapter. This question is from oscillations. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസൺ. എ സ്റ്റീൽ വയർ ഹാസ് എ ലെങ്ത് ഓഫ് 12 സെന്റിമീറ്റർ. ഒരു സ്റ്റീൽ വയറിന് എത്ര ലെങ്ത് ഉണ്ടടാ? 12 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ദാറ്റ് ഈസ് 12 × 10⁻² മീറ്റർ നീളമുണ്ട്. നൗ ആൻഡ് എ മാസ് ഓഫ് 2.1 kg. എത്ര മാസ് ഉണ്ട് അതിന്? 2.1 കിലോഗ്രാം മാസ് ഉണ്ട്. What is tension in the wire if the speed of transverse wave on through the wire is 342 meter per second? So ഇവിടെ എന്തൊക്കെ തന്നെ? V അറിയാം, M അറിയാം, L അറിയാം, T കാണണം. So speed of transverse wave through a stretched string is equal to root of T by mu ആണ്. That is equal to, എടാ mu പറഞ്ഞാൽ എന്താ? mu പറഞ്ഞാൽ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. സോ ഇവിടുന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ V square is equal to T by mu. From here T is equal to V square into mu. That is equal to V എത്ര? 343. അതിൻ്റെ സ്ക്വയർ ഇൻറ്റു mu എത്ര? M by L.
2.1 by 12 into 10 raised to minus 2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യാം, എത്ര കിട്ടുമോ അത്രയും ന്യൂട്ടൺ. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. ഐ ഗോട്ട് യു. I hope you all got this. Ready? മക്കളെ ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിക്കാം. While conducting a resonance column experiment in the laboratory, you can hear the maximum sound at the certain height. Okay. So, which phenomenon is responsible for this? എടാ മക്കളെ ഇവിടെ നോക്കുക. അതായത് നിങ്ങൾ റെസണൻസ് കോളം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവിടെ ആ പൈപ്പ് നല്ല സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കാനുള്ള കാരണം ഏത് ഫിനോമിനൻ ആണ് എന്ന് അത് ഈ പറയുന്നുണ്ട്, റെസണൻസ് കോളം എക്സ്പെരിമെന്റ്. അപ്പൊ അവിടെ സൗണ്ട് കൂടുതൽ കേൾക്കാനുള്ള കാരണം എന്താ? റെസണൻസ്. എന്താണ്? റെസണൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് ബി ക്വസ്റ്റ്യൻ. Is resonance column apparatus an open or a closed pipe? It is a closed pipe ആണ്. എന്താണ്? ക്ലോസ്ഡ് പൈപ്പ്. ഒരു ഭാഗം അടച്ചതാ. ഇങ്ങനെ ഒരു പൈപ്പ് ആണെങ്കിൽ അതെന്താ? ഓപ്പൺ പൈപ്പാ. എന്നാൽ ഒരു ഭാഗം അടച്ചാലോ അതെന്താ? ക്ലോസ്ഡ് പൈപ്പ്. സോ ദിസ് ഓപ്പൺ പൈപ്പ്, ദിസ് ഇസ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പൊ റെസണൻസ് കോളം എക്സ്പെരിമെന്റിൽ എന്ത് പൈപ്പ് ഉണ്ടാവുക? ക്ലോസ്ഡ് പൈപ്പ് ഉണ്ടാവുക. സോ ക്ലോസ്ഡ് പൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. Find the ratio of frequencies of first 3 harmonics in the resonance column apparatus. Okay. So resonance column apparatus ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, സോ അതിൽ ആദ്യത്തെ 3 ഹാർമോണിക്സിലുള്ള ഫ്രീക്വൻസികളുടെ റേഷ്യോ കാണണം. സോ ആദ്യം നമ്മൾ പറയാൻ പോണത് ഇതാ, ഇവിടുത്തെ ഹാർമോണിക്സ് വരക്കാൻ പോവാണ്. ആദ്യം ഫസ്റ്റ് ഹാർമോണിക് ഞാൻ ഓപ്പൺ പൈപ്പ് ഇതാ ഇങ്ങനെ വരക്കുക. ഇത് ഫസ്റ്റ് ഹാർമോണിക്ക, ഫസ്റ്റ് ഹാർമോണിക്. സോ ഇവിടെ ഈ ഭാഗം നോഡ് ആൻഡ് ദിസ് പാർട്ട് ഈസ് ആന്റി നോഡ്. അടുത്തയിലേക്ക് പോവാണെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്ക് പോവാണെങ്കിൽ ലിസൺ ദാ ഇവിടുന്ന് ലൈക്ക് ദിസ് ഇങ്ങനെയാണ് സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് പോയിന്റ് ഈസ് നോഡ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്. രണ്ടാമത്തെ ഹാർമോണിക് വരച്ചു. ഓക്കെ, ഒരു ഉണ്ട, ഒന്നര ഉണ്ട, ഇവിടെ അര ഉണ്ട, ഇവിടെ ഒരു ഉണ്ട, ഒരു അര ഉണ്ട, അപ്പൊ ഇത് ഒന്നര ഉണ്ട. നെക്സ്റ്റ് അടുത്തയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് അടുത്ത ഹാർമോണിക്ക് പോവുകയാണെങ്കിൽ ലിസൺ ലൈക്ക് ദിസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ദിസ് ഇങ്ങനെ ഉണ്ടാവുക. സോ ഇത് തേർഡ് ഹാർമോണിക് ആണ്. രണ്ടര, ഒരു ഉണ്ട, രണ്ടുണ്ട, അര ഉണ്ട, രണ്ടര ഉണ്ട, ഒന്നര ഉണ്ട, അര ഉണ്ട, അര, ഒന്നര, രണ്ടര. ഓക്കെ, സോ ലിസൺ ഇവിടെ നോഡ്, ദിസ് പോയിന്റ് ഈസ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്. റൈറ്റ്, ഇത് കറക്റ്റ് വരച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ഇവിടുത്തെ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസിയും റേഷ്യോ കാണാൻ ചോദിച്ചു. നൗ ലിസൺ, ഇവിടെ ഒരു നോഡും അടുത്ത ഒരു ആന്റി നോഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് λ/4 ആയിരിക്കും. ഇനി ഒരു നോഡും ഒരു അടുത്ത നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ λ/2 ആയിരിക്കും. ഇനി ഒരു ആന്റി നോഡും ഒരു ആന്റി നോഡും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ λ/2 ആയിരിക്കും. ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് പഠിച്ചു വെക്കട്ടോ. യെസ്, നൗ ലിസൺ, ഇത് മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ നന്നാവും. സോ ഇനി പറയടാ, ഇനി പറ, ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? നോഡും ആന്റിനോടും തമ്മിലുള്ള അകലം λ/4. സോ പൈപ്പിന്റെ നീളം എല്ലാം, അപ്പൊ L is equal to നമുക്ക് എന്ത് പറയാം? ഈ L എന്ന് പറയുന്നത് λ/4 ആണ്. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് λ/4L ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഫ്രീക്വൻസി കാണാം. ന്യൂ ഇസ് ഈക്വൽ ടു v/λ. V is equal to nu lambda. Nu is equal to v/λ. So nu1 is equal to v/λ. That is equal to എന്താ? v/λ is 4L. So nu1 is v/4L. v/4L. നെക്സ്റ്റ് ഒന്നാമത്തെ കഴിഞ്ഞ് ഈ രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ ഈ പൈപ്പിന്റെ നീളം എന്ന് പറയുന്നത് എന്താ? ഒരു നോഡും ഈ നോഡും തമ്മിൽ λ/2. ഇതെത്ര? λ/4. λ/4ഉം λ/2 3 λ/4. അപ്പൊ എന്താ? 3 λ/4 എന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താം? ലിസൺ, ഇവിടുന്ന് λ is equal to 4L/3 എന്ന് പറയാം. സോ ഫ്രം ഹിയർ nu2 is equal to v/λ is equal to v/4L/3. That is equal to 3. That is equal to 3v/4L എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ലാസ്റ്റ് വൺ. ഇയാളുടെ കേസ് ആണെങ്കിൽ മക്കളെ എന്ത് പറ? ഇവിടെ നോക്ക്, ഈ നോഡും ഇവര് തമ്മിൽ എത്ര? λ/2. ഇതും എത്ര? λ/2. അപ്പൊ എത്രയായി? ഒരു ലാംഡായി. ഒരു ലാംഡയും λ/4ഉം 1/λ, 5/4 ലാംഡ. സോ L ഹിയർ ഈസ്
5 lambda by 4 ഉണ്ടാവും. So lambda എത്ര 4L by 5. 4L by 5. So frequency V by lambda is equal to V by 5 4L by 5. 5 മുകളിൽ കയറുമ്പോൾ nu is equal to 5V by 4L എന്നുണ്ടാവും. Now ഈ ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ ആണ് നിങ്ങളോട് ചോദിച്ചത് അല്ലേ, റേഷ്യോ. സോ പറഞ്ഞോ nu1 is to nu2 is to nu3 is equal to V by 4L is to 3V by 4L is to 5V by 4L. ഇവിടെ നിങ്ങൾക്ക് എന്ത് കട്ട് ചെയ്യാം, ഇതും കോമൺ ഒക്കെ കട്ട് ചെയ്യാം. വിയും കട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 1:3:5 is the right answer. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റെഡി, കഴിഞ്ഞില്ലേ, സിയും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത a wave traveling along a string is described by y of xt is equal to 0.005 sine 80x minus 3t in which the numerical constants are in SI units. Okay, അപ്പോൾ എല്ലാ കോൺസ്റ്റൻസും SI ലായിട്ടുള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് വേവ് ലെങ്ത്, പിന്നെ ഫ്രീക്വൻസി. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എവിടെ ഉണ്ടാവുക ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എടാ എക്സിന്റെ ഒപ്പമാണ് കെ ഉണ്ടാവുക, കെന്റെ ഉള്ളിലാണ് എന്തുണ്ടാവല്, വേവ് ലെങ്ത് ഉണ്ടാവല്. ടീന്റെ ഒപ്പമാണ് ഒമേഗ ഉണ്ടാവല്, ഒമേഗന്റെ അടുത്ത് ആ ഫ്രീക്വൻസിയും ടൈം പീരിയഡും ഒക്കെ ഉണ്ടാവുക. ഓക്കെ, സോ മക്കളെ കെ എത്ര ഇവിടെ, എക്സിന്റെ ഒപ്പമുള്ള ആള് 80. സോ കെ പറഞ്ഞാൽ എന്താ 2π by lambda is equal to 80. ലാംഡ എന്താ 2π by 80. എത്ര നോക്കുക, അത്രയും മീറ്റർ. നെക്സ്റ്റ് ഇവിടെ ഒമേഗ എന്താ, ഒമേഗ 3. ഒമേഗ പറഞ്ഞാൽ എന്താ 2π ന്യൂ 3. ന്യൂ എന്താ 3/2π. ആൻസർ എത്ര നോക്കുക, ആൻസർ എത്ര നോക്കുക, അത്രയും ഹെഡ്സ്. റൈറ്റ്, ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡ്രോ ഡയഗ്രാം ഷോയിങ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഹാർമോണിക്കും മൂന്നാമത്തെ ഹാർമോണിക്കും വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ചു. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഓഫ് ദി പൈപ്പ്. ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇതാണ് ചോദിച്ചത്, ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇത് എഴുതിയാൽ മതി, മാർക്കായി. ഓക്കെ, യെസ്. നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞു, അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടത്. ഓക്കെ, ഇത് നേരത്തെ കണ്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്. ദ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഈസ് ബിലോ. ഇത് സ്ട്രെച്ചഡ് സ്ട്രിംഗിന്റെ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. നെക്സ്റ്റ്, ഡ്രോ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ്. ഇത് ഫസ്റ്റ് ഹാർമോണിക് അല്ലേ, അപ്പൊ സെക്കൻഡ് തേർഡും ഹാർമോണിക് ഒന്ന് വരക്കണം. സോ ലിസൺ, ഞാൻ വരക്കാൻ പോവാണ്. അപ്പം സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവുക ലൈക്ക് ദിസ്. യെസ്, ഇങ്ങനെയാണ് സെക്കൻഡ് ഹാർമോണിക് വരക്കേണ്ടത് കേട്ടോ. വൃത്തിയാക്കി വരക്കാം. ലിസൺ, സെക്കൻഡ് ഹാർമോണിക്. ആൻഡ് തേർഡ് ഹാർമോണിക് കാണിക്കുകയാണെങ്കിൽ, ലിസൺ, തേർഡ് ഹാർമോണിക് കാണിക്കുകയാണെങ്കിൽ ലൈക്ക് ദിസ്, ഇങ്ങനെ. ഓക്കെ, തേർഡ് ഹാർമോണിക് രണ്ടും വരച്ചാൽ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി ബി ക്വസ്റ്റ്യൻ. എന്താ ബി ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിംഗ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. ഓക്കെ, സോ ആദ്യം നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആദ്യം കാണിക്കണം. ലിസൺ, ദാ ഇങ്ങനെ ഇങ്ങനെ. അതിൽ ഇവിടെ നോഡ്, ആൻറ്റി നോഡ്, നോഡ്, ആൻറ്റി നോഡ്, നോഡ്. സോ ഇവിടെ നമ്മൾ എന്ത് വരക്കും? ഫ്രീക്വൻസി കാണണം. ആദ്യം നോഡും നോഡും തമ്മിൽ λ/2. അപ്പോൾ L എത്ര? L is equal to λ/2. സോ ലാംഡ എന്താ 2L. ന്യൂ വൺ എന്താ V by lambda, that is V by 2L. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത ഫ്രീക്വൻസി ന്യൂ വൺ കിട്ടി. അടുത്തത് സെക്കൻഡ് വൺ നമ്മൾ ഇതാ അടുത്ത ഹാർമോണിക്ക് പോകുമ്പം ദിസ് വൺ. ഓക്കെ, ഇങ്ങനെ ആവുമ്പം നോഡ്, ആൻറ്റി നോഡ്, നോഡ്, ആൻറ്റി നോഡ്, നോഡ്. ഇതെത്ര? λ/2. ഇതെത്ര? λ/2. സോ മൊത്തം ഒരു ലാംഡ. അപ്പോൾ L ഇവിടെ എത്ര? L പറഞ്ഞാൽ ലാംഡ.
സോ ന്യൂ ടു എത്ര വി ബൈ ലാംഡ. സോ വി ബൈ എൽ. ഞാൻ ഇതിനെങ്ങനെ എഴുതാണ് 2v/2l എന്നെഴുതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് വേണമെങ്കിൽ 2 times v/2l എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 times ന്യൂ 1 എന്ന് എഴുതാം. v/2l ന്യൂ 1 ആണ്. സോ 2 times ന്യൂ 1. സോ ന്യൂ 2 എന്താ? ന്യൂ 2 ഈസ് ഈക്വൽ ടു 2 ന്യൂ 1. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തേർഡ് മോഡിലേക്ക് പോകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ മോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക സംഭവം. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെ നോഡ് ആൻറ്റിനോഡ് നോഡ് ആൻറ്റിനോഡ് നോഡ് ആൻറ്റിനോഡ് നോഡ്. സോ ഈ ഗ്യാപ്പ് λ/2 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 1.5 λ/2. ദാറ്റ് ഈസ് L becomes 3/2 lambda. So from here what is lambda? Lambda is equal to 2L by 3. 12/3. So nu 3 എന്താ മക്കളെ വരിക? V by lambda is equal to V by 2L/3 is equal to 3V/2L. V/2L എന്താ? nu 1 ആ. അപ്പോൾ എന്ത് എഴുതാം? nu 3 is equal to 3 nu 1 എന്ന് എഴുതാം. So what is nu 1 is to nu 2 is to nu 3. Nu 1 is to nu 2 is to nu 3 is equal to nu 1 is to 2 nu 1 ആ nu 2 എന്ന് പറഞ്ഞാൽ is to 3 nu 1 ആ nu 3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ nu 1 കട്ട് ആവുമ്പോൾ ആൻസർ ഈസ് 1 is to 2 is to 3 എന്ന് വരും. സോ ഇത് എഴുതിയാൽ മാർക്ക് ഫുള്ളായി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ലെറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 45 ഹെർട്സ് ആൻഡ് ലെങ്ത് ഓഫ് വയർ തന്നിട്ടുണ്ട്. ഈ ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് വയർ മ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ അറിയാം, എൽ അറിയാം, എന്തറിയാം, പിന്നെ വയറിൻ്റെ ലെങ്ത് അറിയാം, പിന്നെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അറിയാം. സോ ഫൈൻ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. സോ ലിസൺ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ? ന്യൂ 1. അപ്പോൾ ഞാൻ സി ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ലിസൺ, ന്യൂ 1 is equal to V/2L. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 1/2L into V. V പറഞ്ഞാൽ എന്താ അറിയോ? സ്പീഡ് ത്രൂ ദി സ്ട്രെച്ചർ സ്ട്രിങ് ആണ്. സ്പീഡ് ത്രൂ ദി സ്ട്രെച്ചർ സ്ട്രിങ് ആ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, √T/μ ആണ്. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂ 1? ന്യൂ 1 is equal to 1/2L into √T/μ. ഇവിടെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇങ്ങനെ തന്നു, 45 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് തന്നു. ലെങ്ത് ഓഫ് ദി വയർ ഇങ്ങനെ തന്നു. എത്ര? എൽ വാല്യൂ നിങ്ങൾക്ക് തന്നു. ഓക്കെ, എൽ വാല്യൂ നിങ്ങൾക്ക് തന്നു, ശരിയല്ലേ? തന്നിട്ടുണ്ട്. നൗ ലിസൺ, നെക്സ്റ്റ് നിങ്ങൾക്ക് മ്യൂ വാല്യൂ മാസ് പെർ യൂണിറ്റ് ലീനിയർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. മ്യൂ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 4×10⁻². സോ മ്യൂ വാല്യൂ നിങ്ങൾക്ക് തന്നു. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ടി ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ടി നിങ്ങൾ കാണണം, ബാക്കിയൊക്കെ ഇങ്ങനെ അറിയാം. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആദ്യം സ്ക്വയർ ചെയ്യുക, അവിടുന്ന് ആരെ ഫൈൻഡ് ചെയ്യുക? ടീനെ ഫൈൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ പ്രോസസ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായി? ആൻസർ ആയി. ബാക്കിയൊക്കെ ഡാറ്റ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്, നേരെ കൊടുത്താൽ മതി, ആൻസർ ആണ്. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ സൗണ്ട് പറ്റ പോയിട്ടുണ്ട്, തീരെ കഴിഞ്ഞു. ഓക്കെ, സോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ ചാപ്റ്റേഴ്സിലും ഞാൻ ഓരോ ചാപ്റ്ററിനും ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ചാപ്റ്ററിനുമായിട്ട് മുൻപത്തെ വീഡിയോസും ഇന്നടക്കം 10ഓളം ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 10-30 ക്വസ്റ്റ്യൻ്റെ അടുത്ത്, ഒരു ആവറേജ് നോക്കിയാൽ 20-25 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഓരോ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ 3 ക്ലാസ്സും മീൻസ് ആ 4 ക്ലാസ്, ആ 4 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നല്ലാതെ നിങ്ങൾ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ. ആ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മെയിൻ പോയിന്റ്സ് എന്നുള്ള മാർക്ക് മിസ്സാവും. അതുകൊണ്ട് ഈ ഏരിയാസ് നല്ലോണം തറവായിട്ട് പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നാൽ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. നന്നായി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അത്രയ്ക്ക് ക്രൂഷ്യലാണ്. നല്ലോണം പ്രിപ്പയർ ചെയ്യണം, ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് നാളെ പോയി അടിച്ച് പൊളിച്ച് പഠിക്കുക. ഫിസിക്സ് എന്തായാലും എളുപ്പമുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക, ഒരു സംശയവും കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കാം. റെഡി? ഓക്കെ അല്ല? ഓക്കെ, അപ്പോൾ ഞാനിതാ സൗണ്ട് പറ്റ തീർന്നു, ഡെഡ് ആവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണില്ലെങ്കിൽ നാളത്തേക്ക് സൗണ്ട് ആവില്ല. സോ മക്കൾ നന്നായിട്ട് സ്വയം പോയി പഠിക്കുക, ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഡെറിവേഷൻസ്, ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നല്ല അടിപൊളി, നല്ല കൂളായിട്ട് എക്സാമിന് പോവുക. എക്സാമിന് നല്ല ഫ്രീ മൈൻഡായിട്ട് പോകണം.
ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ടെൻഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യും. മീൻസ് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, വൃത്തിക്ക് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ട് വെടിപ്പായിട്ട് ആൻസർ എഴുതുക. ഓക്കെ, സോ ബോറാക്കരുത് നിങ്ങളുടെ ആൻസർ ഷീറ്റ്. വൃത്തിക്ക് ആൻസർ എഴുതിയാൽ തന്നെ നോക്കുന്ന ആൾക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും. റൈറ്റ്, നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മൈ പ്രേയേഴ്സ് ആർ വിത്ത് യു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.